السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഈ യോഗത്തിൻ്റെ അഭിവന്ദനായ അധ്യക്ഷൻ CP തെറുവൈക്കുട്ടി മാസ്റ്റർ അവറുകളെ, ഈ മനോഹരമായ കുടുംബ സംഗമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ അഭിവന്ദനായ ഉസ്താദ് KP ഇബ്രാഹിം ഫൈലി, ഈ മഹത്തായ വേദിയിൽ അണിനിരന്നിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠർ, മഹല്ല് ജമാഅത്തിൻ്റെ കാരണവന്മാർ, സദസ്സിൽ അണിനിരന്നിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹസമ്പന്നരായ മുതഅല്ലിം സുഹൃത്തുക്കളെ, പ്രിയമതികളായ ഉമ്മ പെങ്ങന്മാരെ, അൽഹംദുലില്ലാ, വളരെയധികം സന്തോഷമുള്ള ഒരു ധന്യമുഹൂർത്തത്തിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വീരമ്പ്രം മഹല്ല് ജമാഅത്തിൻ്റെ മനോഹരമായ ജുമാ മസ്ജിദിൻ്റെ പ്രോദ്ഘാടന കർമ്മത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. മഹാനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നാളെ നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്ന വലിയ സന്തോഷത്തിൻ്റെ തൊട്ട് മുമ്പ് നമ്മുടെ ഈ ഒരു പ്രദേശത്ത്, നേരത്തെ പറഞ്ഞു, 300-ൽ താഴെയുള്ള വീടുകൾ മാത്രമുള്ള ഒരു ഭാഗത്ത് ദാറുൽ ഹിദായ എന്ന പേരിൽ പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ ഒരു മനോഹരമായ ജൂനിയർ കോളേജ്, അതും കഴിഞ്ഞ 10 വർഷത്തോളമായി വളരെ മനോഹരമായ രീതിയിൽ നടന്നു വരുന്ന ഒരു മഹല്ല് ജമാഅത്ത്, വ്യവസ്ഥാപിതമായ പ്രവർത്തനങ്ങളിലൂടെ പരിസരത്തുള്ള മഹല്ലുകൾക്ക് മാതൃക കാണിച്ചു കൊടുക്കും വിധത്തിൽ അതിൻ്റെ ഓരോ പദ്ധതികൾ മുന്നോട്ട് നീങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ പള്ളിയുടെ ഈ ഒരു ഉദ്ഘാടന സമ്മേളനം സന്തോഷം നടക്കുന്ന ഒരു വേളയിൽ ഏറ്റവും മനോഹരമായ മറ്റൊരു സന്തോഷത്തിന് നന്ദി കുറിക്കുവാനാണ് ഇങ്ങനെയൊരു കുടുംബ സംഗമം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ഉസ്താദ് പ്രത്യേകം പറഞ്ഞു, ഇവിടെ നിന്ന് വിവാഹം കഴിഞ്ഞു പോയ ആളുകളെക്കുറിച്ചൊക്കെയും ഇവിടുത്തെ മക്കളും മക്കളെ മക്കളും പേരമക്കളും മരുമക്കളും അങ്ങനെ എല്ലാവരും കൂടിച്ചേരുന്ന ഒരു കുടുംബ വ്യവസ്ഥ എത്ര കണ്ട് നമുക്കതിനെ കൂടുതൽ സന്തോഷകരമാക്കാം എന്നതിലേക്കുള്ള സന്തുഷ്ട കുടുംബം എന്ന ഒരു മേഖലയിലാണ് ഒരല്പസമയം ഇൻഷാ അല്ലാഹ് ഈ വിനീതൻ നിങ്ങളുമായി സംവദിക്കുന്നത്. ശേഷം ആരോഗ്യരംഗത്തെ ധാർമ്മിക കാഴ്ചപ്പാടുമായി ഡോക്ടർ അമീർ അലി നമ്മുടെ മുമ്പിൽ വിഷയാവതരണം നിർവഹിക്കും. ഉച്ചയോടുകൂടി നമുക്ക് പിരിയുകയും വേണം. അൽഹംദുലില്ലാ, നേരത്തെ പറഞ്ഞു, ഈ സ്ഥാപനത്തിൽ 2 തവണ പരിസരത്തുള്ള മഹല്ല് ജമാഅത്തുകളുടെ മുഴുവൻ ഭാരവാഹികളെയും വിളിച്ചു ചേർത്തുകൊണ്ടുള്ള ലീഡേഴ്സ് സമ്മിറ്റിൽ സംബന്ധിക്കുവാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. വളരെയധികം വ്യവസ്ഥാപിതമായ പ്രവർത്തനങ്ങളോട് കാണിക്കുന്ന താല്പര്യമാണ് എനിക്കന്ന് ഈ മഹല്ലിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധ്യമായത്. എന്നാൽ ഇന്നത്തെ പുതിയ പശ്ചാത്തലം, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്പം ഗൗരവത്തോടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. നാൾക്കുനാൾ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ കൂട്ടിക്കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഇന്ന് സംജാതമായിരിക്കുന്നു. അതെന്തുകൊണ്ട്? പുതിയ കാലത്തെ തലമുറ കുടുംബ വ്യവസ്ഥയിൽ നിന്ന് മാറി സഞ്ചരിക്കുവാൻ ഇഷ്ടം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ, വിവാഹം കഴിഞ്ഞ് ഒരു പെണ്ണിൻ്റെ കൂടെ കഴിയുക എന്നതിനപ്പുറം വിവാഹമെന്ന കെട്ടില്ലാതെ ഇഷ്ടമുള്ള പെണ്ണിൻ്റെ കൂടെ കഴിയുക എന്ന താല്പര്യമുള്ള ഒരു പുതിയ തലമുറ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു.
ഒരാളോട് പ്രത്യേകിച്ചൊരു കടപ്പാട് എന്ന അർത്ഥത്തിൽ നിൽക്കുന്നത് പ്രയാസകരമാണ് എന്ന് മനസ്സിലാക്കുകയും സ്വതന്ത്രമായി വിഹരിക്കലാണ്, സ്വതന്ത്രമായി പാറിപ്പറക്കലാണ് എൻ്റെ വളർച്ച, എൻ്റെ ഉയർച്ച, അതാണ് പുതിയ കാലത്തെ നന്മ എന്ന് മനസ്സിലാക്കുന്ന ഒരു തെറ്റായ പ്രവണത നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞും കൊണ്ടിരിക്കുന്നു. കൊറോണയുടെ മുമ്പ് ശേഷം എന്ന് വേണമെങ്കിൽ കുടുംബ വ്യവസ്ഥയെ, മഹല്ല് സംവിധാനങ്ങളെ രണ്ടാക്കി തിരിച്ചുകൊണ്ട് പറയാൻ സാധിക്കും. കൊറോണ വരെയുള്ള കാലഘട്ടത്തിലുണ്ടായിരുന്ന നന്മകളിൽ പലതും നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നുപോയിരിക്കുന്നു. കുടുംബങ്ങളും തദൈവ. പണ്ട് കാലത്തൊക്കെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സ്നേഹമെന്നറിയോ. ഒരു തറവാട് വീട്, സ്കൂളില്ലാത്ത മദ്രസയില്ലാത്ത ഒഴിവ് ദിനങ്ങൾ വരുമ്പോൾ കെട്ടിച്ചയച്ച പെൺകുട്ടികൾ അവരുടെ മക്കളെയും കൊണ്ട് തറവാട്ടിലേക്ക് വരും. അവിടെ എല്ലാവരും കൂടി കളിയും ചിരിയും തമാശയുമായി 1, 2, 3 ദിവസങ്ങൾ പോകുന്നത് അറിയില്ല. അടുക്കളയിൽ പണിയെടുക്കാൻ ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ വീട്ടിൻ്റെ മുറ്റത്ത് കളിക്കാൻ ഒരുപാട് കുട്ടികൾ. വീട്ടിൽ കൊലായി എന്ന് പറയുന്ന സിറ്റൗട്ടിൽ കാരണവന്മാർ ഇരുന്നു കൊണ്ടൊരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ വിഷമങ്ങളുണ്ടെങ്കിൽ അതവരുടെ മുഖത്തുനിന്ന് നോക്കി വായിച്ചെടുക്കാൻ പറ്റുന്ന രക്ഷിതാക്കൾ, എന്തേ കുഞ്ഞോളെ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ എന്ന് ചോദിക്കുന്ന ഉപ്പമാർ, അതല്ലെങ്കിൽ അമ്മാവന്മാർ. അവരുടെ സങ്കടം പറയാൻ അവർക്കവിടെ ഇടമുണ്ട്. ആ സങ്കടത്തിന് പരിഹാരം കാണാൻ അല്പസമയം കൊണ്ട് ആ വീട്ടിൽ അതിൻ്റെ പരിഹാരം തെളിഞ്ഞു വരും. കെട്ടിച്ചയച്ച വീട്ടിലോ, അതല്ല പഠിക്കുന്ന സ്ഥാപനത്തിലോ, അതല്ല ജോലിയിൽ വല്ല ബുദ്ധിമുട്ടോ എന്തുണ്ടെങ്കിലും അത് പറയാനും അത് കേൾക്കാനും അത് പരിഹരിക്കാനുമുള്ള ഇടമായിരുന്നു പഴയകാലത്തെ കുടുംബങ്ങൾ. ഇന്ന് കുട്ടികൾക്ക് കളിക്കണമെങ്കിൽ വീട് മതിയാവുന്നില്ല, അവർക്ക് പാർക്കിൽ പോകണം, എന്നാലേ കളിയാവുകയുള്ളൂ. ആഴ്ചയിൽ ഒരു ഞായറാഴ്ച എന്ന ദിവസത്തെ കാത്തിരിക്കുകയാണ്. മദ്രസയിൽ പൊതുപരീക്ഷയാണല്ലോ, അല്ലെങ്കിൽ വാർഷിക പരീക്ഷയാണല്ലോ, ഉസ്താദന്മാർ ഒരമണിക്കൂർ സമയം അധികമെടുത്ത് എന്തെങ്കിലും 4 അക്ഷരം കൂടി കുട്ടികളെ ഓർമ്മപ്പെടുത്താമെന്ന് കരുതുമ്പോൾ അവർ നേരത്തെ ടൂറിന് പോയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളെ ഫാമിലി ടൂറാണ്, അതിലിടപെടാൻ പാടില്ല. ഞാൻ അതിനെതിരല്ല. കുടുംബ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കണമെന്നും ഫാമിലി ടൂറുകൾ വേണമെന്നൊക്കെ പറയുന്ന ആളാ. പക്ഷേ അവിടെ മാത്രം സന്തോഷം കണ്ടെത്തുന്ന ഒരു പുതിയ തലമുറ നമ്മുടെയൊക്കെ ഇടയിൽ ഇന്നിവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. എന്താണ് ഒരു കുടുംബം? കൂടിച്ചേരുമ്പോൾ ഇമ്പം ഉണ്ടാവണം, മനസ്സിനൊരു റിലാക്സേഷൻ, ഒരു സമാധാനം, ഒരു സന്തോഷം. ഉപ്പയെ കാണുമ്പോൾ, ഉമ്മയെ കാണുമ്പോൾ, ജ്യേഷ്ഠനെ കാണുമ്പോൾ, അനിയത്തിയുമായി സംസാരിക്കുമ്പോൾ, അമ്മാവനുമായി സമയം പങ്കിടുമ്പോൾ, ആ ഒരു ബന്ധങ്ങളിൽ നിന്ന് ആ ഒരു സമയത്ത് മനസ്സിൻ്റെ വല്ലാത്ത സന്തോഷങ്ങൾ അനുഭവിക്കാൻ സാധ്യമാകുന്ന തരത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ മാറണ്ടയോ? ഇന്ന് സുഖവും സന്തോഷവും ഒക്കെ എവിടെ പോയി? ഇന്നത്തെ സുഖങ്ങളും സന്തോഷങ്ങളും മുഴുവൻ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ തട്ടിയെടുത്തിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. വീട്ടിലേക്ക് ഉപ്പ കയറി വരുമ്പോൾ, വല്യുപ്പ കയറി വരുമ്പോൾ മക്കൾ കാത്തിരിക്കുന്നു. ആ കാത്തിരിക്കുന്നത് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാനല്ല, പോക്കറ്റിലുള്ള മൊബൈൽ ഫോൺ മോഷ്ടിക്കാനാണ്. ആ മൊബൈൽ എടുത്തുകൊണ്ട് അവരവരെ പാട്ടിന് പോവുകയാണ്. പിന്നെ അവർക്ക് ചോറ് വേണ്ട, അവർക്ക് ഭക്ഷണം വേണ്ട, അവർക്ക് ബാത്റൂമിൽ പോകേണ്ട ആവശ്യം പോലും പിന്നെ അവരറിയുന്നില്ല. അവർ മറ്റൊരു ലോകത്താണ്. ചില ആളുകളൊക്കെ വലിയ വർത്തമാനം പറയും. എൻ്റെ കുട്ടി ഞാൻ വന്നാലേ കിടന്നുറങ്ങൂ. എപ്പോൾ? രാത്രി 12 മണി. അതൊരു ഗുണമാണെന്നാണ് മനസ്സിലാക്കിയത്. അല്ല, 9 മണിക്കപ്പുറം മക്കൾ ഉറങ്ങാതിരിക്കുന്നത് ദോഷമാണ്. ആ കുട്ടിയുടെ ബുദ്ധിയെ ബാധിക്കും, ആ കുട്ടിയുടെ സ്കില്ലുകളെ അത് താഴോട്ട് കൂട്ടിക്കൊണ്ടുവരും. നമ്മൾ അറിയണം പുതിയ കാലത്തെ തലമുറയെ എങ്ങനെ ചേർത്തു പിടിക്കണം എന്ന് നാം ഒന്ന് തിരിച്ചറിയണം.
ഇന്നത്തെ ഈ മനോഹരമായ കുടുംബ സദസ്സ് അതിന് വഴിയൊരുക്കട്ടെ എന്നാണ് ആദ്യമായി പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പൂർവികരായ ഒരുപാട് ആളുകൾ നമ്മുടെ പള്ളിയുടെ ചുറ്റും മറവിട്ട് കിടക്കുന്നുണ്ട്. അള്ളാഹുവേ മഗ്ഫിറത്തേകണേ അല്ലാ, മർഹമത്തേകണേ അല്ലാ. വീരമ്പ്രത്തെ പഴയ ജുമാ മസ്ജിദും അതിനു മുമ്പുണ്ടായിരുന്ന പള്ളിയും അതൊക്കെ സംഭാവന ചെയ്തവർ, ഈ പള്ളിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് മോഹിച്ചവർ ആ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെയും നീ മഗ്ഫിറത്തേകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, കുടുംബത്തിൽ നിന്ന് ഇന്നൊരുപാട് ദുഃഖങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ എന്നെ കേൾക്കാൻ ആളില്ല എന്നതാണ് പലരും അനുഭവിക്കുന്ന പ്രയാസം. എന്നെ കേൾക്കാൻ ആളില്ല എന്ന്. കൗൺസിലിംഗ് മേഖലയിൽ അതിനോട് ബന്ധപ്പെട്ടുള്ള വിവിധ മസ്ലഹത്തിൻ്റെ അതല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട വിവിധ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരാൾ എന്ന നിലയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും മുമ്പിൽ വരുന്ന കേസുകൾ ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് അതിൻ്റെ ആളെ പേരോ സ്ഥലമോ പറയാതെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണെങ്കിൽ ഞെട്ടിത്തരിച്ചു പോകും. എത്രയോ ആളുകൾ മനസ്സിൽ വേദനയോടുകൂടി കഴിയുന്നവരാണ്. ഒരു അഗ്നിപർവ്വതം പോലെയാ ഒരുപാട് സഹോദരിമാരുടെ മനസ്സുകൾ. എപ്പോൾ അത് പൊട്ടിത്തെറിക്കും എന്ന് പറയാൻ കഴിയില്ല. എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിത്തെറിച്ചേക്കാം. അത്രയും വലിയ പ്രയാസങ്ങളുടെ കൂമ്പാരങ്ങളുമായി, കഥനങ്ങളുടെ കണ്ണുനീരിൻ്റെ കഥകളുമായി അവരങ്ങനെ സഹിച്ച് 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 നിൽക്കുകയാണ്. പക്ഷെ ഒരു നാൾ പൊട്ടിപ്പോകും. ആരോ ഒന്ന് പറഞ്ഞല്ലോ, ഒരു കഴുതപ്പുറത്ത് സാധനം ഇങ്ങനെ വെച്ചു ലാസ്റ്റ് ഒരു ചെറിയ സാധനം വെച്ചപ്പോഴാണ് കഴുത വീണത്. സത്യത്തിൽ ആ ചെറിയ സാധനമല്ല കഴുത വീഴാനുള്ള കാരണം, അതിനു മുമ്പ് വെച്ച ഒരുപാട് ലോഡ് അത് അധികമായി ഓവർലോഡായി ലാസ്റ്റ് അത് വെച്ചപ്പോഴാണ് വീണത് എന്നത് ശരിയാ. കാരണമെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് കഴുതപ്പുറത്ത് വെച്ച മറ്റു ലോഡുകളാണ് അതിൻ്റെ കാരണം. എന്നതുപോലെ തന്നെ കുടുംബ വഴക്കിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു നിസ്സാരമായ കാര്യത്തിനാ ഓൾ തെറ്റിപ്പോന്നത് എന്ന് പറയാൻ ആളുണ്ടാകും. ആ നിസ്സാരമായ കാരണമല്ല, അതിൻ്റെ മുമ്പ് ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ 5ഉം 8ഉം തവണ അവളുടെ ഉള്ളിനെ പിടിച്ചു വെച്ച ഒരുപാട് സ്റ്റോറികൾ അവളെ അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നുണ്ടാവും. ഇതിനെയാണ് നാം അഡ്രസ് ചെയ്യേണ്ടത്. മക്കളെ കേൾക്കാൻ ഉപ്പമാർ തയ്യാറാവണം, ഉമ്മമാർ തയ്യാറാവണം. പോയാ സമയമല്ല, ആർക്കും സമയമല്ല. എല്ലാവരും ബിസിയുടെ ലോകത്താ. നഴ്സറിയിൽ പഠിക്കുന്ന കൊച്ചു കുഞ്ഞ് 3 വയസ്സോ 5 വയസ്സോ 6 വയസ്സോ ഉള്ള കൊച്ചു കുട്ടി വീട്ടിലെത്തിയാൽ ആ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. അത് 2 വയസ്സ് മുതൽക്കേ തുടങ്ങിയ ഒരു ശീലമാണ്. കുട്ടികൾക്ക് എന്തൊക്കെയോ നമ്മോട് പറയാനുണ്ട്. പക്ഷെ അത് കേൾക്കാൻ രക്ഷിതാവിന് സമയമില്ലെങ്കിൽ പിന്നെന്തു പറഞ്ഞിട്ട് കാര്യമാണ്? അത് കേൾക്കാനുള്ള സമയം രക്ഷിതാവിനുണ്ടാവണം. ആ കുട്ടികളുമായി നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ, നല്ല ആത്മബന്ധം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ തിരക്കിൻ്റെ ലോകത്താ. ആണുങ്ങൾ ഇന്ന് അൽഹംദുലില്ലാഹ് സദസ്സിൽ ഒരുപാട് ആണുങ്ങളെ കാണുന്നുണ്ട്. പക്ഷേ കുടുംബ വിഷയങ്ങളിൽ ആണുങ്ങൾ പലരും ഔട്ട് ഓഫ് കവറേജ് ഏരിയ. കിട്ടുന്നില്ല കാര്യങ്ങൾ സംസാരിക്കാൻ കിട്ടുന്നില്ല. അവർ പരിധിക്ക് പുറത്താണ്. പലപ്പോഴും അങ്ങനെയാണ്. സഹോദരിമാർ വീട്ടിൻ്റെ അകത്ത് നിൽക്കുന്ന ആളുകളാണ്. ആണുങ്ങൾ എപ്പോഴും പുറത്തു പോകുന്നവരാ. പുറത്തു പോയാൽ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടും, ഒരുപാട് ആളുകളുമായി സംസാരിക്കും, ആശയവിനിമയങ്ങൾ ധാരാളം നടക്കും. അവർക്കൊരുപാട് പോസിറ്റീവ് എനർജി പുറത്തുനിന്നവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ വീട്ടിൻ്റെ അകത്തുള്ള പെണ്ണ് അവളൊക്കെയും കാത്തിരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മുമ്പിൽ ഒന്ന് കൽബ് തുറക്കാനാ. അതിന് പ്രിയപ്പെട്ടവന് സമയം വേണ്ടേ? തിരക്കിൻ്റെ ലോകത്താണ് നമ്മളിൽ പലരും. ഞാനും നിങ്ങളുമൊക്കെ എല്ലാവരുടെയും ഭാഗത്ത് വീഴ്ചകളുണ്ട് എന്ന് മനസ്സിലാക്കലാണ് ഇത് തിരുത്തുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മളൊരു കുടുംബമായി മാറണം. കുടുംബം എന്നാൽ കൂടിച്ചേരുമ്പോൾ ഇമ്പം, ഇൻട്രസ്റ്റ്, ഒരു റിലാക്സേഷൻ, ഒരു സമാധാനം, ഒരു സന്തോഷം കൂടിച്ചേരലിൽ അനുഭവിക്കാൻ കഴിയണം.
ജ്യേഷ്ഠനെ കാണുമ്പോൾ അനിയന് വൈബ്രേഷൻ വരികയാണെങ്കിൽ അവിടെ ഈ കുടുംബ ബന്ധത്തിൽ എന്തോ വിള്ളലുണ്ട് എന്നർത്ഥം. ഉപ്പയുടെ കോള് വരുമ്പോൾ അല്ലെങ്കിൽ ഉമ്മയുടെ കോള് വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ മനസ്സനുവദിക്കുന്നില്ല, ബിസിയാക്കുകയാ, അവിടെ ഗ്യാപ്പുണ്ട് എന്നർത്ഥം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെ വിളിക്കുമ്പോൾ എന്ത് സന്തോഷാ ഫോൺ എടുക്കാൻ നമുക്ക്. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വിളിക്കുക, അപ്പോൾ ഫോൺ എടുക്കാൻ നമുക്ക് സമയം ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കും. വണ്ടി ഓടിക്കുകയാണെങ്കിൽ വണ്ടി നമ്മൾ സൈഡാക്കും. കാരണം അപ്പുറത്തെ തലയിലെ ആളും നമ്മളും തമ്മിലുള്ള കണക്ഷൻ എത്ര ഡീപ്പാണോ അതിനനുസരിച്ചാണ് വാട്സാപ്പിലെ മെസ്സേജിന് മറുപടി പറയുക, കോളിന് മറുപടി കൊടുക്കുക. ബന്ധം ദൃഢമാണോ എന്ന് നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പം നമ്മുടെ കോൾ ലിസ്റ്റ് എടുത്താൽ ഒരു 10 20 ആളുകളുമായുള്ള കോൺവെർസേഷൻ നിങ്ങളൊന്ന് തമ്മിലുള്ള സംഭാഷണങ്ങളുടെ ഡ്യൂറേഷൻ ടൈം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. നമ്മളൊക്കെ മൊബൈലിൽ കോണ്ടാക്ട് ഇല്ലേ? നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്കിപ്പോൾ കഴിഞ്ഞ ഒരു 10 ആൾ, നമ്മളെ വിളിച്ച 10 20 ആളെ കോണ്ടാക്ട് ലിസ്റ്റ് നിങ്ങൾ എടുക്കുക. അതുണ്ടാവുമല്ലോ കോളിൽ, എല്ലാവരുടെ ഫോണിലുണ്ട്. അതിലുണ്ടാവും നമ്മൾ ചില ആളുകളുമായി 2 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടാവും, ചില ആളുകളുമായി 8 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടാവും. വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ച 15 സെക്കൻഡിൽ കോൾ അവസാനിച്ചിട്ടുണ്ടാവും. ഭാര്യ വിളിച്ചപ്പോൾ 10 സെക്കൻഡ് ദപ്പ വന്ന് കഴിഞ്ഞു. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് വിളിച്ചപ്പോഴും പിന്നെ കോൾ എടുക്കുന്നില്ല. ഇപ്പൊ വന്നു എന്ന് പറയാൻ ആകെ 5 സെക്കൻഡേ വേണ്ടൂ. ഇത് ഭാര്യയുമായുള്ള സംസാരം 5 സെക്കൻഡ്. തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിളിച്ചപ്പോൾ 8 മിനിറ്റ് സംസാരിക്കാൻ നമുക്ക് സമയമുണ്ട്. എന്തേ നമ്മുടെ ഭാര്യയുടെ കൂടെ ഒരു 5 മിനിറ്റെങ്കിലും ഫോണിൽ ചെലവഴിക്കാൻ നമുക്ക് സമയം ഇല്ലാതെ പോയി? ഏറ്റവും വലിയ ബന്ധം ഉമ്മയായിട്ടാന്നാ പറയല്. ഒന്ന് ഉമ്മാക്ക് ഫോൺ ചെയ്ത ഒന്ന് ഫോൺ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയേ, ഉമ്മാക്ക് എപ്പോഴാ വിളിച്ചത് നോക്കിയേ. വാപ്പാറുണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന വാപ്പാര് ചിലപ്പോൾ ഉള്ളിൽ ഇങ്ങനെ കണ്ണുകൾ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, വല്ലാതെ മിന്നലാട്ടങ്ങൾ സംഭവിക്കുന്നുണ്ടാകും. പടച്ചോനെ, എൻ്റെ മോനെ വിളിച്ചിട്ട് എത്ര കാലായി. അതന്നെ ഈ ഉസ്താദ് പറയുന്നത്. ഗൾഫിലുള്ള മക്കൾ, വിദേശത്ത് പഠിക്കുന്ന മക്കൾ, നാട്ടിൽ നിന്ന് പോയി മറ്റ് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന മക്കൾ ഈ ഉമ്മമാരുമായി സംസാരിക്കുന്ന അതിൻ്റെ സമയപരിധിയെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ വല്ലാത്ത ചങ്ക് ബ്രോ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ചില ആളുകൾ. എത്ര സമയമാണ് നമ്മൾ അവരുമായി സമയം പങ്കുവെക്കുന്നത്. വീഡിയോ കോൾ വിളിക്കുന്നൊരു ടീമുണ്ട്, വല്ലാണ്ട് ഞാൻ അവരെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. അതിന് സമയത്തിന് അൺലിമിറ്റഡ് പാക്കേജാ, സമയത്തിന് നിയന്ത്രണമേ ഇല്ല. പല കുട്ടികളും രാത്രി നേരം വെളുക്കുന്നത് പോലും അറിയുന്നില്ല. ക്ലാസ്സിൽ വന്നിട്ട് ഉറക്കം തൂങ്ങുക, പള്ളിയിൽ വന്നാലും ഉറങ്ങും. എന്താ സംഭവം? രാത്രി ഫുൾ ബിസിയാ, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങിയിട്ടില്ല. പകൽ വിശ്രമത്തിന് ഉപയോഗിക്കുന്നു ചില ആളുകൾ, രാത്രി ഡ്യൂട്ടിയിൽ പോകുന്നു. യഥാർത്ഥത്തിൽ പകലാണ് അധ്വാനിക്കേണ്ടത്. പഠിക്കേണ്ടവർ പകല് പഠിക്കണം, ജോലിക്ക് പോകുന്നവർ പകല് ജോലിക്ക് പോകണം. അധ്വാനങ്ങളൊക്കെ രാത്രിയാണ്. രാത്രിയാണ് വിശ്രമത്തിൻ്റെ സമയമായി നിശ്ചയിക്കപ്പെട്ടത്. അത് റിലാക്സേഷൻ ടൈമാ, ഫ്രീ ആയിട്ട് കിടന്നുറങ്ങണം. നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ട റിലാക്സേഷൻ ലഭിക്കണം. അത് കിട്ടിയില്ലെങ്കിൽ അത് നമ്മെ വല്ലാതെ തിരിച്ചു കൊത്തും. നമ്മളതിനെ തിരിച്ചറിയണം. ഇന്ന് നമ്മൾ ആരോടൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്നു എന്ന് നമ്മളൊന്ന് മനസ്സിൽ ആലോചിക്കുക. നമ്മുടെ കുട്ടിക്കാലത്തേക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയേ. നമുക്കൊരുപാട് കഥകൾ പറഞ്ഞു തന്ന നമ്മുടെ പ്രിയപ്പെട്ട വല്യുപ്പമാർ, വല്യുമ്മമാർ, നമ്മുടെയൊക്കെ മൂത്താപ്പ, എളാപ്പ, അമ്മായി എന്നൊക്കെ പറയുന്ന ഉപ്പയുടെ സഹോദരിമാർ, ഉപ്പയുടെ സഹോദരങ്ങൾ, ഉമ്മയുടെ സഹോദരിമാർ, അമ്മാവനും അതുപോലെ തന്നെ മൂത്തമ്മ, ഇളയമ്മ, ഇങ്ങനെ കുറേ ആളുകൾ നമുക്ക് ചുറ്റുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് അവരെ മടിയിലാണ് നമ്മൾ കളിച്ചത്, നാം മൂത്രിച്ചത്, നാം കാട്ടിച്ചത്. അവർ ഭക്ഷണം കഴിക്കാൻ എടുത്തു വെച്ചപ്പോൾ നമ്മളതിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുനാളിൽ. പക്ഷേ അവരൊന്നും ഛേ എന്ന് പോലും പറയാതെ നമ്മെ വാരിപ്പുണർന്ന സ്നേഹത്തിൻ്റെ തുരുതുരാ മുത്തം നമുക്ക് സമ്മാനിച്ച 5-8 പേര് നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് അവരൊക്കെ എവിടെ? അവരൊക്കെ ഇന്ന് ഓരോ വീടുകളിൽ പ്രായമായി കട്ടിലിൽ കിടക്കുന്നവരുണ്ട്.
മൂത്രത്തിന് ട്യൂബ് ഇട്ടവരുണ്ട്, അതുപോലെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ ക്ഷീണിച്ച് അവശരായി ഇരിക്കുന്ന ആളുകളുണ്ട്. ഒന്ന് പൊന്നുമക്കളെ, ആ കട്ടിലിൻ്റെ അരികിൽ ചെന്നിരുന്ന് ഒന്ന് സ്നേഹത്തോടെ തിരിച്ചൊന്ന് തലോടാൻ ആഴ്ചയിൽ ഒരു 5 മിനിറ്റ് നമുക്ക് സമയമുണ്ടോ? ആഴ്ചയിൽ ഒരു 5 മിനിറ്റ്. നമ്മളിന്ന് ബിസിയുടെ ലോകത്താ, നമുക്കതിന് സമയമില്ല. നമ്മൾ തിരക്കിലാണ്, നമ്മൾ തിരക്കിൽ മുന്നോട്ട് പോവുകയാണ്. എങ്ങോട്ടാണ് ഈ തിരക്ക്? അതാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. നമ്മുടെ തിരക്കിനെ നാം നിയന്ത്രിക്കണം. ഇന്നത്തെ കുടുംബ സംഗമത്തിൽ നാം തിരിച്ചറിയേണ്ടത്, ഒടപ്പറപ്പ് എന്നോ കൂടപ്പറപ്പ് എന്നോ നിങ്ങൾ എന്താണതിന് പറയാന്ന് എനിക്കറിയില്ല, നമ്മുടെ കുടുംബത്തിൽ അത്രമേൽ നമ്മെ സ്നേഹിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് തിരിച്ച് നാം കൊടുക്കേണ്ടത് ആ സ്നേഹമാണ്, പരിഗണനയാണ്, അംഗീകാരമാണ്. അവരോടൊപ്പം സമയം ചെലവഴിക്കലാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ഇഷ്ടംപോലെ പൈസ ഇങ്ങനെ ചില മക്കളൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഞാൻ ഗൾഫിലാ, വലിയ സ്ഥാനത്താ, ഞാൻ മാസം ഉമ്മാക്ക് 10,000 അയച്ചു കൊടുക്കുന്നുണ്ട്, പോരേന്നാ. എടാ, നിന്റെ 10,000 അല്ല ഉമ്മാക്ക് വേണ്ടത്. പകരം ഒന്നാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിളിച്ചിട്ട് ഉമ്മ എന്നൊന്ന് വിളിച്ച് ഉമ്മയെ കേൾക്കാൻ നീ ചെലവഴിക്കുന്ന 10 മിനിറ്റ് നിന്റെ 10,000-ത്തേക്കാൾ വിലയുണ്ട് ആ 10 മിനിറ്റിന്. ആ 10 മിനിറ്റ് സമയമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഗൾഫുകാരായ ചെറുപ്പക്കാർ, അവരൊക്കെ എന്നോട് സ്നേഹബന്ധമുള്ള കൂട്ടുകാരാണ്. അവരോട് ഞാൻ പറയാറുണ്ട്, എടാ നീ ഗൾഫിൽ പോയപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല, നീ ആഴ്ചയിൽ ഉമ്മാനെ വിളിക്കാറുണ്ട്. നീ കല്യാണം കഴിഞ്ഞ് ഗൾഫ് പോയാൽ അന്ന് ആഴ്ചയിൽ വിളിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ ആഴ്ചയിൽ 2 വട്ടം മിനിമം നീ ഉമ്മാനെ വിളിക്കണം. അന്ന് 1 വട്ടം ആഴ്ചയിൽ വിളിച്ചിരുന്നത് കല്യാണം കഴിഞ്ഞാൽ മിനിമം ആഴ്ചയിൽ 2 വട്ടം ഉമ്മാനെ വിളിക്കണം. എന്നാലാണ് ഉമ്മയുടെ മനസ്സിൻ്റെ സ്നേഹത്തെ നിനക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധ്യമാവുക. കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ വിളി തീരെയില്ല, പിന്നെ ബിസിയാ. അതുവരെ എൻ്റെ ഉമ്മയാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യവും എന്ന് പറഞ്ഞ ആളുകൾ പതുക്കെ ഗീറു മാറ്റി, പിന്നെ ഉമ്മയായിട്ട് വലിയ കണക്ഷനില്ല. പല പുതിയ പെൺകുട്ടികളും, ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാ, എന്നോട് ദേഷ്യം പിടിക്കരുത്, പല പുതിയ പെൺകുട്ടികളും മനസ്സിലാക്കുന്നു, വിവാഹം കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവ് അവരുടെ ഉമ്മയുമായി കൂടുതൽ ബന്ധമുണ്ടായാൽ, അവരുടെ പെങ്ങളുമായി കൂടുതൽ ബന്ധമുണ്ടായാൽ എനിക്ക് നഷ്ടം വരും എന്ന് മനസ്സിലാക്കുന്ന പുതിയ കാലത്തെ പെൺകുട്ടികളോട്, മക്കളെ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷം നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് അവൻ്റെ ഉമ്മയുമായി, അവൻ്റെ പെങ്ങന്മാരുമായി, അവൻ്റെ ജ്യേഷ്ഠാനുജന്മാരുമായി നിലവിലുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോയാലാണ് നിന്റെ ലൈഫും സേഫ് ആവുക എന്ന് നീ തിരിച്ചു മനസ്സിലാക്കണം. എൻ്റെ കാര്യം എന്നറിയോ, നമ്മളൊക്കെ ഇന്ന് ഈ ലെവലിൽ എഴുന്നേറ്റ് നിൽക്കുന്നതും നടക്കുന്നതും നമ്മുടെ ഉമ്മമാരുടെ മനം നൊന്ത പ്രാർത്ഥനയുടെ ഫലമാണ്. എന്നെങ്കിലും ഒരു നാൾ പടച്ചോനെ എൻ്റെ മോനിന്നങ്ങനെ ചെയ്തല്ലോ എന്ന് റബ്ബിൻ്റെ മുമ്പിൽ എനിക്കോ നിങ്ങൾക്കോ എതിരായി സ്വന്തം മാതാപിതാക്കൾ കൈ ഉയർത്തുന്ന ഒരു ദിവസം വന്നു പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞടാ, നിന്റെ വളർച്ച അതോടുകൂടി അവസാനിച്ചു. പിന്നെ താഴോട്ടാ വളരുക, പിന്നെ മുകളിലോട്ട് പോകൂല, നീ താഴോട്ട് വളരും. ഭാര്യയുണ്ട്, മക്കളുണ്ട്, സമ്പത്തുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ മനസ്സിന് സമാധാനമുണ്ടാവുകയില്ല. സമാധാനമാണ് ആളുകൾ അന്വേഷിക്കുന്നത്. എല്ലാം ഉണ്ട്, പക്ഷേ മനസ്സിനൊരു സ്വസ്ഥതയില്ല. അതാണ് ഇന്നത്തെ ആളുകൾ അനുഭവിക്കുന്ന ദുരിതം. വീടില്ലാത്തവരില്ല, കഴിക്കാൻ ഭക്ഷണത്തിന് ഗതിയില്ലാത്ത ആളുകൾ ഇന്നും തുലോം തുച്ഛമാ. ഒരു 10-20 കൊല്ലം മുമ്പത്തേക്കൊന്ന് മനസ്സ് കൊണ്ടുപോയി നോക്കിയേ. എൻ്റെയും നിങ്ങളുടെയും കുട്ടിക്കാലം, ഒരു നേരത്തെ കഞ്ഞി വെക്കാൻ അരിയില്ലാത്തതിൻ്റെ പേരിൽ അടുത്ത വീട്ടിൽ ചെന്നുകൊണ്ട് അരി കടം വാങ്ങിക്കൊണ്ടുവന്ന ഒരു കാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്, മറക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. പപ്പടം പൊരിക്കുന്ന ശീലല്ല, പപ്പടം ചുടല. പച്ചമീൻ്റെ പരിപാടിയില്ല, ഉണക്കലിമീന. പച്ചമീൻ്റെ പരിപാടിയില്ല, ഉണക്കലിമീന.
ആ ഉണക്കൽ മീൻ പൊരിക്കുന്ന സിസ്റ്റം അല്ല, അതും ചുടല. പൂളക്കിഴങ്ങ് ചുട്ട് കഴിച്ചിരുന്ന, ചക്കരക്കിഴങ്ങ് ചുട്ട് കഴിച്ചിരുന്ന, അതുപോലെ തന്നെ ചമ്മന്തി അതിലേക്ക് ഉണ്ടാക്കി നല്ല സന്തോഷത്തോടെ കഴിച്ചിരുന്ന ഒരു കാലം നമുക്ക് കഴിഞ്ഞുപോയി. അതിന് ശേഷ ചക്കയും അതുപോലെ തന്നെ ചക്കക്കൂട്ടാനും കഞ്ഞിയും എന്നൊരു സ്റ്റേജിലേക്ക് നമ്മൾ മാറിയത് അതിൻ്റെ ശേഷ. ഇത് മറക്കാൻ പാടില്ല, ഇത് മറക്കാൻ പാടില്ല. ഇപ്പം 5 സ്റ്റാർ ഹോട്ടലിൽ പൈസ കൊടുക്കണം ചക്കക്കൂട്ടാനും കഞ്ഞിയും ഒക്കെ കിട്ടണമെങ്കിൽ. ഇപ്പം അതൊക്കെ സ്റ്റാർ ഫെസിലിറ്റി ഉള്ള പുതിയ സംവിധാനം. നമ്മൾ ആ പഴമയെ മറന്നു പോകരുത്. ഇല്ലായ്മയിൽ നിന്ന് വല്ലായ്മയിൽ നിന്നാണ് ഇന്ന് കാണുന്ന സുഖത്തിലേക്ക് പടിപടിയായി റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉയർത്തിയത്. അത് മറന്നു പോകാൻ പാടില്ല. ഇപ്പം നാട്ടിലെ നല്ല വീടാ, റോഡ് സൈഡിൽ കാണാൻ മൊഞ്ചുള്ള വീട് ഇന്ന് നമുക്കുണ്ട്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. എന്നാൽ ഒരു കാലത്ത് ഒരു ഗതിയുമില്ലാതെ കരണ്ടില്ലാത്ത ഒരു ഓടിട്ട അല്ലെങ്കിൽ ഓലമേഞ്ഞ ഒരു ചെറിയ കുടിൽ ആയിരുന്നു എൻ്റെയും നിങ്ങളുടെയും ഇന്നലകൾ. അതിനെ മറന്നു പോകരുത്, ഓർമ്മിക്കണം. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളോട് നാം ചോദിക്കുക തന്നെ ചെയ്യും. ഇതൊന്നും പടച്ചോൻ മറക്കൂല. അവിടുന്ന് ഇങ്ങോട്ടെത്തിയത്, ഇന്ന് വീടില്ലാത്ത വാഹനമില്ല, ബൈക്കില്ലാത്ത കാറില്ലാത്ത ഒരു വീട് ഇന്ന് കണ്ടെത്തൽ പ്രയാസമാണ്. റോഡില്ലാത്ത ഒരു വീട് ഇന്ന് കണ്ടെത്തൽ പ്രയാസ. അന്ന് പാടത്തെ വരമ്പത്ത് കൂടിയാണ് മദ്രസയിലേക്ക്, സ്കൂളിലേക്ക് 1, 2, 3 കിലോമീറ്റർ നമ്മൾ നടന്നു നീങ്ങിയത് പാടത്തെ വരമ്പത്തിലൂടെയാണ്. അന്ന് പുസ്തകമിട്ട് പിടിക്കാൻ ഒരു സഞ്ചി കിട്ടണമെങ്കിൽ തപസ്സിരിക്കണമായിരുന്നു. വല്ല പെരുന്നാക്കാണ് ഡ്രസ്സ് എടുക്കുക, എന്നിട്ട് ഒരു സഞ്ചി, ഒരു കവറ്, പുസ്തകടാനുള്ള ഒരു കവറ് കിട്ടാൻ അന്ന് അത്രയും കഷ്ടപ്പാടായിരുന്നു. പുതിയ മക്കൾക്ക് അറിയില്ല. പുസ്തകം പൊതിയാനുള്ള പൊതി സിമന്റ് ചാക്കൊണ്ടാ പൊതിയൽ, ഓർമ്മല്ലേ? ആ സിമന്റിന്റെ അതിന് ലെയറായിട്ട് കുറേ ലെയറായിട്ട് വരുന്ന അതിൻ്റെ കടലാസുകളുണ്ട്. അല്ലെങ്കിൽ കലണ്ടറിലെ ആ വലിയ അക്ഷരങ്ങൾ, ഓർമ്മല്ലേ? 11, 12, 13 ഇങ്ങനെ കാണുന്ന ആ കാലം ആലോചിക്കുക. ഇന്നത്തെ മക്കൾക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഓരോ കൊല്ലവും പുതിയ പുസ്തകം, അതിന് പുതിയ പൊതികൾ, അതിന് പുതിയ ബാഗ്, അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിലാണ് ഇപ്പോൾ നമ്മൾ. അൽഹംദുലില്ലാ, റബ്ബ് തന്നതാ, അനുഭവിക്കാം. പക്ഷെ പഴമയെ മറക്കരുത്. നമ്മുടെ കഴിഞ്ഞുപോയ കാലത്തെ മറന്നുകൊണ്ട് തിരസ്കരിച്ചുകൊണ്ടാകരുത് പുതിയ കാലത്തെ നന്മകളെ ചേർത്തു വെക്കേണ്ടത്. ഈ കഷ്ടപ്പാടിൻ്റെ ഇന്നലകൾ എനിക്കും നിങ്ങൾക്കും ഇന്നലെ കഴിഞ്ഞുപോയി എന്നത് മറക്കരുതേ എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. പള്ളിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഇന്ന് അമ്പരചുംബിയായ മിനാരങ്ങളുള്ള, ഖുബ്ബകളുള്ള മനോഹരമായ ഒരു വലിയ കൊട്ടാര സമാനമായ ഒരു മസ്ജിദ് വീരമ്പ്രത്തുകാർക്കും ഇന്ന് സ്വന്തമാണ്. എന്നാൽ ഇന്നലത്തെ കഷ്ടതകളെ മറന്നു പോകരുത്. ഹൗദിൽ വെള്ളമില്ലാത്തൊരു കാലം, വെള്ളം കോരി നിറച്ച ഒരു കാലം, വെള്ളം കോരി നിറച്ച ഒരു കാലം ഓർക്കുന്നുണ്ടോ? പണ്ടത്തെ മൊല്ലാക്കന്മാരും അതുപോലെ പള്ളികളിലെ ഹൗദും. അന്ന് കുട്ടികൾക്കുള്ള, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഹൗദിൽ വെള്ളം നിറയ്ക്കലാണ് അന്നത്തെ വലിയൊരു പണി. അങ്ങനത്തെ ഒരു കാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് ഏസിയ, ഇന്ന് സൗകര്യങ്ങളുടെ മട്ടുപ്പാവിലാണ് നമ്മൾ. അൽഹംദുലില്ലാ, അത് മോശമെന്നല്ല, പുതിയ കാലത്തിനനുസരിച്ചുള്ള അപ്ഡേഷൻ ആവശ്യമാണ്. ആ ഒരു മാറ്റവും പുരോഗതിയും പുതിയ കാലത്ത് കുടുംബ ബന്ധങ്ങളിലും ചേർത്തു വെക്കണമേ എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ഉത്ബുദ്ധരായ സദസ്സിനോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കുടുംബ ജീവിതത്തിലും ഈ മാറ്റങ്ങൾ ഉണ്ടാവണം. അന്ന് നമ്മൾ ഉമ്മയെ കൂട്ടി മടവൂര് മക്കാമിൽ പോകലായിരുന്നു അന്ന് വലിയ ഒരു സന്തോഷം. ഇന്ന് ചുരുങ്ങിയത് ഒന്ന് മദീനയിലെങ്കിലും ഉമ്മയെ കൊണ്ടുപോയി തിരിച്ചു വരാനുള്ള സാമ്പത്തിക ചുറ്റുപാട് നമ്മുടെ കയ്യിലുണ്ട്. ഉമ്മ, നമുക്കൊന്ന് റബീഉൽ അവ്വലിൽ ഉംറക്ക് പോണ്ടേ എന്ന് ചോദിച്ച് ഉമ്മയെ കൊണ്ടുപോകുന്ന മക്കളായി പുതിയ കാലത്തെ മക്കൾ മാറണം. അതാണ് ഞാൻ പറഞ്ഞത്. സൗകര്യങ്ങളും സന്തോഷങ്ങളും അള്ളാഹു നൽകിയതാ. ഈ ഇരിക്കുന്നതിൽ എത്രയോ ഉപ്പമാര്, ഉമ്മമാര് ഒരു ഉംറ പോലും ചെയ്യാത്തവരുണ്ട്.
ഒരു ഉംറ പോലും ഹജ്ജിന്റെ അവിടെ നിൽക്കട്ടെ, ഒരു ഉംറ പോലും പരിശുദ്ധ മക്ക കാണാതെ, മദീന കാണാതെ നമ്മുടെ ഉമ്മയും ഉപ്പയും കണ്ണടച്ചു പോയാൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കൊട്ടാരമുണ്ടാക്കി, നമ്മൾ കാറ് വാങ്ങി, നമ്മൾ അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കി, നമ്മൾ മറ്റെന്തൊക്കെയോ സൗകര്യമുണ്ടാക്കി. എടാ, ഈ ഉമ്മയും ഉപ്പയും ഒരു ഉംറ പോലും ചെയ്യാതെ കണ്ണടച്ചു പോയാൽ മറ്റെല്ലാം നീ ഉണ്ടാക്കിയിട്ട് എന്താടാ നിനക്ക് കാര്യം? ആ ഉമ്മയെ കൊണ്ട് ഒരു ഉംറ ചെയ്യിപ്പിക്കൽ, ഉംറ ചെയ്തവരാണെങ്കിൽ അവരെ കൊണ്ടൊരു ഹജ്ജ് ചെയ്യിപ്പിക്കൽ, അതാവണം നിന്റെ ജീവിതത്തിലെ ഒരു വലിയ ടാസ്ക്. അങ്ങനെ ഉമ്മമാരെ ചേർത്ത് പിടിക്കുക, അങ്ങനെ അവരെ ഒന്ന് നെഞ്ചോട് ചേർക്ക്. ഇന്ന് അല്ലാഹു തന്ന അനുഗ്രഹം നമ്മുടെ കയ്യിലുണ്ടല്ലോ. നമ്മളൊക്കെ എത്രയെത്ര യാത്ര ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെയും കൊണ്ട് എന്തുകൊണ്ട് നമുക്ക് യാത്ര പോയിക്കൂടാ? സ്വന്തം ഭാര്യയെ പോലും ടൂറിന് കൊണ്ടുപോകാത്ത ആളുണ്ട്. ചങ്ങാതിമാരെ കൂടെയാ കറക്കം, കുഴപ്പമില്ല. കല്യാണത്തിന് മുമ്പ് സുഹൃത്തുക്കളുടെ കൂടെ കറങ്ങിയിട്ടുണ്ട്, ഞാൻ എതിരല്ല. കല്യാണ ശേഷവും ചിലപ്പോൾ സുഹൃത്തുക്കളെ കൂടെ പോകേണ്ടി വരും, അതിനും ഞാൻ എതിരല്ല. എന്നാൽ എല്ലാ സമയത്തും സുഹൃത്തുക്കൾ പോരാ. നിന്റെ കെട്ടിയോൾക്ക് ആഗ്രഹമുണ്ട്, നിന്റെ കുട്ടികൾക്ക് ആഗ്രഹമുണ്ട്, നല്ല നല്ല സ്ഥലങ്ങളൊക്കെ പോയി കാണൽ. അതിന് വേറെ ആരും കൊണ്ടുപോകൂല, നീ തന്നെയാണ് കൊണ്ടുപോകേണ്ടത്. എടാ, സമയം മാറ്റിവെക്ക് നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും. അവിടെ ഇടക്ക് വല്യപ്പ വല്യമ്മ ഓല് പ്രായം കൂടി എന്നും പറഞ്ഞിട്ട് അവരെ വീട്ടിലിരുത്തലല്ല, ഇടക്ക് അവരെയും ഒന്ന് കൂട്ടിക്കൊണ്ടുപോകണം. ഇപ്പൊ പഞ്ചായത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആറ് ചിന്തയിൽ വന്നാലും നല്ല അഭിപ്രായം. 60 വയസ്സ് കഴിഞ്ഞവർക്ക് 1 ഡേ ടൂർ പ്രോഗ്രാം പഞ്ചായത്തിന്റെ വക. അപ്പല്ലേ അങ്ങനെയുണ്ട്, പഞ്ചായത്തിന്റെ വക ടൂർ ഉണ്ടാകലുണ്ട്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. ആ പ്രായമുള്ള ആളുകളുടെ മനസ്സിന് ആ ഒരു യാത്ര സന്തോഷം പകരുമെങ്കിൽ ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. പക്ഷെ അതിനേക്കാൾ 10 ഇരട്ടി സന്തോഷം ഉണ്ടാവും സ്വന്തം കുടുംബത്തിൻ്റെ കൂടെ പോകുമ്പോൾ. അങ്ങനെ പോകണം എന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ പോകാൻ നമ്മൾ സമയം കണ്ടെത്തണം. കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കണം അല്പം സമയം. ഭാര്യയുടെ കൂടെ, മക്കളുടെ കൂടെ, ഉമ്മയുടെ കൂടെ, ഉപ്പയുടെ കൂടെ. അതുപോലെ അതിലൊതുങ്ങാൻ പാടില്ല. ഇപ്പൊ കുറെ ആളുണ്ട് അത് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി. നമ്മൾ പുതിയ വീട് വെക്കുമ്പോൾ മതിൽ വെക്കുന്നു, ഗേറ്റ് വെക്കുന്നു ഒക്കെ നല്ലതാ. പക്ഷേ അത് മനസ്സിന് കെട്ടുന്ന മതിലായി മാറരുത്. അയൽവാസികളുമായി ബന്ധമുണ്ടാവണം, കുടുംബക്കാരുമായി ബന്ധമുണ്ടാവണം. അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് വേറെയുണ്ട്. അവരോടൊക്കെയും നമ്മൾ പാലിക്കേണ്ട അദബ് നമ്മൾ പാലിക്കണം. അവരൊക്കെയാണ് നമ്മുടെ വളർച്ചയുടെ കാരണക്കാർ എന്ന് തിരിച്ചറിയണം. അവരോട് മുഴുവൻ ബന്ധം കാത്തു സൂക്ഷിക്കണം. പുതിയ കാലം അല്പം വെല്ലുവിളി നിറഞ്ഞ കാലമാണ്. നിരന്തരം ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിസ്റ്റം നമുക്കിടയിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സിനിമകൾ അതാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരു പെൺകുട്ടി ഹിജാബും അടക്കോ ഒതുക്കോ അതിനൊന്നും ആവശ്യമില്ല. ഓക്ക് ആൺകുട്ടികൾ പോകുന്ന പോലെ തോന്നിയ സമയത്ത് ബൈക്കെടുത്ത് പോകാം വരാം, ഒരാളും ചോദ്യം ചെയ്യരുത്. ഇതാണ് പുതിയ സിനിമയിലൂടെ പല കുട്ടികളും ഗ്രഹിച്ചെടുക്കുന്ന പാഠങ്ങൾ. എന്നെ തടയാൻ വരണ്ടെന്നാ, എനിക്കുണ്ട് ചില അവകാശങ്ങൾ എന്നാ. അതെന്താ, എനിക്ക് വണ്ടി ഓടിച്ചൂടെന്നാ? വണ്ടി ഓടിക്കണ്ട എന്നല്ല, ഡ്രൈവിംഗ് പഠിക്കലൊക്കെ ആവശ്യമായിരിക്കാം. അത്യാവശ്യ ഘട്ടങ്ങളിൽ നീ വാഹനം ഓടിക്കേണ്ടി വന്നേക്കാം. പക്ഷേ നിന്റെ കറങ്ങി നടക്കലാവരുത് അതിൻ്റെ പിന്നിലെ ലക്ഷ്യം. ഭർത്താവ് ഗൾഫിലാ, വീട്ടിൽ കാറുണ്ട്, കുട്ടിക്ക് സുഖമില്ല, ആശുപത്രിയിലെത്തണം, നിനക്കൊരു വണ്ടി ഓടിച്ചു പോയി ഹോസ്പിറ്റലിൽ ആ കുഞ്ഞിനെ കാണിക്കൽ ഒരു തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. അതിനാവശ്യമായ ഡ്രൈവിംഗ് പരിശീലനമൊക്കെ ഉണ്ടായിരിക്കൽ നല്ലതാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, നന്മയ്ക്കു വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തണം. നല്ലതിന് നമ്മളെ എല്ലാ വിഷയങ്ങളും നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ മാഷാ അല്ലാഹ് അത് പോസിറ്റീവാണ്. പക്ഷെ ഇന്നതെല്ലാം തിന്മയ്ക്ക് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത്. മക്കളെയും കൂട്ടി ഒരു പോക്ക ആഴ്ചയിൽ എങ്ങോട്ടാ? ഷോപ്പിംഗ് മാളിലേക്കാ. പണ്ടൊക്കെ ഉമ്മച്ചി ലിസ്റ്റ് ചെയ്ത് തരലാണ്. ഓർമ്മല്ലേ? പണ്ട് സാധനം വാങ്ങാൻ പോയാൽ ലിസ്റ്റ് കടലാസിൽ എഴുതി തരലാണ്. തക്കാളി 500, പച്ചമുളക് 200 അല്ലേ, ഉള്ളി 1 കിലോ, അങ്ങനെ ഇഞ്ചി 100, അങ്ങനെ ഒരു ലിസ്റ്റ് എഴുതി തരല. അണ്ട അത്യാവശ്യമുള്ളതാണ് എഴുതി തരുള്ളൂ. അതും കൊണ്ട് പോയി ആ സാധനം വാങ്ങുക, കാശ് കൊടുക്കുക, പോരുക. ഇന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, വണ്ടി അങ്ങോട്ട് തിരിക്കല ഒരു മാളിൻ്റെ മുമ്പിലേക്ക്.
ഒരു സൂപ്പർ മാർക്കറ്റിലെത്തിയാൽ അവിടെ ഉണ്ടാവും ഒരു ഉരുട്ടുന്ന വണ്ടി, അതിങ്ങെടുക്കും. പിന്നെ ഒരു പോക്ക, കണ്ട സാധനമൊക്കെ മക്കളെടുത്തിടുന്നു, ഓളെടുത്തിടുന്നു, ഓനെടുത്തിടുന്നു. ലാസ്റ്റ് ബില്ല് നോക്കുമ്പോൾ കയ്യിലെ കാശ് മതിയാകൂല, അപ്പം കാർഡ് എടുത്ത് കൊടുക്കും. പ്ലാനില്ല. പലരും സാമ്പത്തികമായി വലിയ പെടലുകൾ പൊട്ടിയിരിക്കുന്നു. എന്തേ കാരണം? ലൈഫിൽ പ്ലാൻ ഇല്ലാതെ പോയി. വരവെത്ര ചെലവെത്ര ഒരു കാൽക്കുലേഷൻ വേണ്ടേ? അത്യാവശ്യമുള്ള സാധന മേടിക്കേണ്ടത്, ഇത് അത്യാവശ്യമുള്ളതല്ല, കണ്ടൊക്കെ വാങ്ങുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സൂപ്പർ മാർക്കറ്റിൽ അവസാനം ബില്ല് കൊടുക്കുന്നിടത്താണ് കുറേ മുട്ടായി ഒക്കെ കൊണ്ടുവയ്ക്കുക. അപ്പോഴാണ് കുട്ടികളാവും കൂടി ഉമ്മ ഉപ്പ ഇതും കൂടി വേണമെന്ന് പറഞ്ഞ് വാങ്ങുക. അവർ കച്ചവടത്തിന് വേണ്ടി തന്ത്രം പഠിച്ചവരാ, അതവർ ചെയ്യും. പക്ഷെ നമുക്കൊരു ലിസ്റ്റ് വേണം, ഞാൻ എന്തു വാങ്ങണം, എനിക്ക് ആവശ്യമുള്ളത് വാങ്ങണം. പല വീട്ടിലും സാധനങ്ങൾ കെട്ടിക്കിടക്കുക, പല പലഹാരങ്ങളും വീട്ടുകളിൽ നിന്ന് വലിച്ചെറിയാൻ, കേടുവന്ന് വലിച്ചെറിയ, ഉപയോഗിക്കുന്നില്ല. പലതുകൊണ്ട് ഉപയോഗിക്കാത്തത്, ഇത് മാത്രമൊന്നുമല്ല, പലതും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാതെ അങ്ങനെ വെച്ചിരിക്കുക. വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ വീടുണ്ടാക്കൽ. പല വീട്ടിലും വലിയ കൊട്ടാര സമാനമായ വീടുണ്ടാക്കും, വലിയ സൗകര്യങ്ങളോടുകൂടി. അത് പലതും ഉപയോഗിക്കുക പോലുമില്ല. മുകളിലൊക്കെ ഉണ്ടാക്കി ഒരു തവണ പോലും മുകളിൽ കയറി കിടക്കൂല, എന്നാലൊന്നും ഉണ്ടാക്കുമ്പോഴല്ലേ ഉണ്ടാക്കുന്ന. ലൈഫിൽ പ്ലാനിങ് വേണം. പണം അത് വന്ന വഴി മറക്കരുത്. ചെലവഴിക്കുമ്പോഴും കൃത്യമായ ശ്രദ്ധയുണ്ടാവണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. സമ്പത്തുള്ള കാലത്ത് എല്ലാവരും ഉണ്ടാവും, ഉറപ്പാ. സ്വന്തം കെട്ടിയോള് പോലും എന്ന് പറയേണ്ട ഒരു കാലം വന്നിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണം. പൈസ കയ്യിലുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആളുണ്ടാവും. പണമില്ലാതെ മൂലക്ക് കിടപ്പിലായാൽ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവുകയില്ല എന്ന് തിരിച്ചറിയാൻ എൻ്റെ പ്രിയപ്പെട്ട സമൂഹമേ നമ്മൾ മറക്കരുത്. കുറച്ച് കഷ്ടപ്പാടുണ്ട്. ജീവിതത്തെ കൊണ്ടുപോകണമെങ്കിൽ പുതിയ കാലത്ത് ട്രെയിനിങ് നിർബന്ധം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൃത്യമായി പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസുകൾ കൊടുക്കുന്നത്. എന്താണ് വിവാഹം, എന്തിനാണ് വിവാഹം, എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് സെക്സ്, എങ്ങനെയാണ് സാമ്പത്തിക വിനിയോഗം നിർവഹിക്കേണ്ടത്, ഇതൊക്കെ വിവാഹത്തിന് മുമ്പ് പഠിക്കണം. അങ്ങനെയാണ് ഇപ്പോഴത്തെ ക്ലാസുകൾ. കല്യാണം അങ്ങ് പേരിന് മഹല്ല് കമ്മിറ്റി, പുതിയ മനോഹരമായ മസ്ജിദ് ഉണ്ടാക്കിയ കമ്മിറ്റിയോട് സ്നേഹപൂർവം നമ്മുടെ മഹല്ലിനെ ക്ലസ്റ്ററുകളാക്കി തിരിക്കണം. 260 മറ്റോ വീടുകൾ പറഞ്ഞു, 20-30 വീടുള്ള ക്ലസ്റ്ററുകൾ ഇവിടെ ഉണ്ടാകും, ഞാൻ മനസ്സിലാക്കുന്നു. നന്നായി ഇടപെടുന്ന ഉസ്താദുമാർ ഇവിടെയുണ്ട്. നല്ല താല്പര്യമുള്ള മഹല്ല് കമ്മിറ്റി, നമുക്ക് അൽഹംദുലില്ലാ അഭിമാനിക്കാം. എങ്കിലും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, മഹല്ലിനെ ക്ലസ്റ്ററുകളാക്കി തിരിക്കണം. ഒരു 30 വീട് ഒരു ക്ലസ്റ്റർ, എ ബി സി, അങ്ങനെ ഓരോ ക്ലസ്റ്ററുകൾ രൂപപ്പെടുത്തണം. അവിടുത്തെ ചെറുപ്പക്കാർ ഒരു കൂട്ടായ്മ മഹല്ലിന് കീഴിൽ, അവിടുത്തെ ചെറുപ്പക്കാർ ഒരു തസ്ബീഹ് മാലയിലെ മുത്തുമണികളെപ്പോലെ ചേർന്ന് നിൽക്കണം. അവിടുത്തെ പെൺകുട്ടികളെ കോർത്തിണക്കണം. അവർക്കാണ് ഞാൻ പറഞ്ഞ രൂപത്തിലുള്ള വിവാഹമെത്തുന്ന പ്രായമെത്തുന്ന കുട്ടികൾക്കുള്ള ക്ലാസ്സുകളൊക്കെയും നമ്മൾ ക്ലസ്റ്റർ തലത്തിൽ കുട്ടികളെ ഒരുമിച്ച് കൂട്ടി മദ്രസയിൽ വെച്ച്, നമ്മുടെ ട്രെയിനിങ് സെൻറ്ററിൽ വെച്ച് സംഘടിപ്പിക്കണം. അവിടുത്തെ രക്ഷിതാക്കളെ ഒരുമിച്ച് കൂട്ടണം, അവർക്ക് കൃത്യമായ പ്ലാനിങ് കൊടുക്കണം. ഉമ്മമാരെ നിസ്വ എന്ന പേരിൽ ആ 30 വീട്ടിലെ ഉമ്മമാരെ ചേർത്ത് നിർത്തണം. അവർക്കും ചില സെഷനുകൾ കൊടുക്കണം. എന്തെല്ലാം ഇന്നത്തെ കാലത്ത് ഉമ്മമാർ ശ്രദ്ധിക്കണമെന്ന് അവരെ പറഞ്ഞു പരിശീലിപ്പിക്കണം. ഉമ്മാര് പറയാ, പൊന്നാര ഉസ്താദേ, കുട്ടികൾ ചെറുതായെന്നൊക്കെ ഞങ്ങളോട് നല്ല കണക്ഷനാ, ഇപ്പോൾ വലുതായപ്പോൾ ഞങ്ങളെ വേണ്ടാൻ. പല ഉമ്മാരെയും പരാതി അതാണ്. എനിക്കറിയാം, എത്രയോ ഉമ്മമാരുമായി സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവാറുണ്ട്. സങ്കടമാണ്, കണ്ണുനീരാണ് പല ഉമ്മമാരുടെയും കൈമുതൽ. കാരണം ഞങ്ങളോട് കണക്ഷൻ ഇല്ല എന്ന, ഒരു വലുതായപ്പോൾ ഓലോല പാട്ടിന് പോയി ഞങ്ങളോട് സംസാരിക്കുന്നില്ല. ആ ഉമ്മമാരോട് സ്നേഹപൂർവ്വം ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കാം. നമ്മുടെ വീട്ടിൽ നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് എന്ന് കരുതുക. നഴ്സറി പഠിക്കുന്ന ചെറിയ മക്കൾ 1-2 ക്ലാസ്സൊക്കെ കരുതിക്കോ. ഈ ചെറിയ മക്കൾ നഴ്സറിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ഉമ്മ എവിടെ ഉണ്ടാവുക? എവിടെ? ഗേറ്റിൻ്റെ അടുത്ത് വരെ പോകും അല്ലേ? അണ്ട് വണ്ടിയിൽ കുട്ടികളെ കയറ്റി കൊടുക്കും.
വൈകുന്നേരം 3 മണിക്ക് തിരിച്ചു വരികയാണ് ഈ കുട്ടി. അപ്പോൾ ഉമ്മ എവിടെ ഉണ്ടാകുക? എന്താ പറയാത്തത്? അവിടെ തന്നെ, എവിടെ? ഗേറ്റിൻ്റെ അടുത്തുണ്ടാവും. ഈ മക്കളെ കാത്തിരിക്കും. അതല്ല ചോദ്യം, അടുത്തതാ ചോദ്യം. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോളുണ്ട്, +2 പഠിക്കുന്ന ഒരു മോനുണ്ട്. അവൻ രാവിലെ സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുമ്പോൾ ഈ ഉമ്മ എവിടെ ഉണ്ടാവുക? പറ എവിടെ? അടുക്കളയിൽ. ഓക്കെ. വൈകുന്നേരം ബസ് കിട്ടാൻ വൈകി 5 മണി 5:30 മണിക്ക് തിരിച്ചു വരിക 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള്. അപ്പം എവിടെ ഉമ്മ ഉണ്ടാവുക? ഒരു പിടുത്തമില്ല. നിങ്ങൾ പറ, കുട്ടികൾ നിങ്ങളെയാണോ കുട്ടികൾ ഒഴിവാക്കിയത്, അതോ നിങ്ങൾ കുട്ടികളെയാണോ ഒഴിവാക്കിയത്? ഞാൻ ചോദിച്ചത് മനസ്സിലായ? പിടുത്തം കിട്ടിയ? സത്യത്തിൽ നഴ്സറിയിൽ പഠിക്കുന്ന കുഞ്ഞും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയും ഒക്കെ നമ്മളെ കുട്ടികളാ. തുല്യ പരിഗണന കൊടുക്കാൻ രക്ഷിതാവേ നാം ബാധ്യസ്ഥനാ. ആ കുട്ടികൾ കണ്ണിൻ മറയത്തുനിന്ന് മായുന്നത് വരെ വീട്ടിൻ്റെ ഉമ്മറപ്പടിയിൽ നിന്നുകൊണ്ട് ആ മക്കളെ യാത്രയാക്കാനുള്ള സാവകാശമെങ്കിലും ഉമ്മ നിങ്ങൾ കാണിക്കണമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ആ മക്കൾ നിങ്ങളെ മറക്കൂല. ആ മക്കളെ കൽബിന്ന് നിങ്ങളെ പറിച്ചൊഴിവാക്കാൻ ഒരു കാമുകൻ വിചാരിച്ചാലും നടക്കൂല. കാരണം അത്രമേൽ എന്നെ സ്നേഹിക്കുന്ന ഉമ്മ വീട്ടിലുണ്ട് എന്ന ബോധം ആ മക്കളെ തടയും തിന്മയിൽ നിന്ന്. ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലാ, അല്ലെങ്കിൽ വേറെന്തോ പരിപാടി നടക്കുകയാണ്. സാധാരണ യൂണിഫോം ഇട്ടാ പോകല്, അന്ന് കളർ ഇടാനുള്ള പെർമിഷൻ ഉണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ചുരിദാറൊക്കെ ഇട്ടു. ഉമ്മ അടുക്കളയിൽ എന്തോ പരിപാടിയില്ല. ഉമ്മ ഞാൻ പോട്ടെ. പൊയ്ക്കോ. മുഖത്തേക്ക് നോക്കിയിട്ട് പോലുമില്ല. പൊയ്ക്കോ. കുട്ടി ചെന്ന അടുക്കളയൊക്കെ സമ്മതം വാങ്ങാൻ. ബാപ്പ ഉണ്ട് കൊലായിൽ, സിറ്റ് ഔട്ടിൽ കൊലായ്മ കാൽമക്കാലും വെച്ച് പത്രം വായിക്കുക. ഉപ്പ ഞാൻ പോട്ടെ. ഒരു ഭയങ്കര ലെവലാ, വേറെ ലെവലാ. ഇക്കാക്കുണ്ടാവും പുറത്ത് ബൈക്കോ കാറോ തുടച്ചോണ്ട് നിൽക്കുന്നു. ഇക്കാക്ക ഞാൻ പോട്ടെ. ഇഞ്ഞും പോയിട്ടില്ല. 3 ആളോട് ചോദിച്ചു, 3 ആളും കൊടുത്തത് ഇങ്ങനെയാ റീപ്ലേ. ആ പെൺകുട്ടി സത്യത്തിൽ അന്ന് നല്ല മൊഞ്ചുള്ളൊരു ചുരിദാറൊക്കെ ഇട്ടപ്പോൾ അടിപൊളി കൊള്ളാം എന്നൊരു വാക്ക് ഉമ്മയിൽ നിന്നോ ഉപ്പയിൽ നിന്നോ ഇക്കാക്കയിൽ നിന്നോ കിട്ടാൻ കൊതിച്ചുകൊണ്ടാണ് ആ മോള് ചോദിച്ചത്. പക്ഷെ നമ്മളാരും കൊടുത്തില്ല. അവൾ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നതാ. അപ്പോഴാ ഒരു ഓട്ടോറിക്ഷക്കാരൻ പോയത്. ഓൻ്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, ഫിൽ ഇൻ ദ ബ്ലാങ്ക്, നിങ്ങൾ പൂരിപ്പിച്ചോ. ഓണടിച്ചു. ഓള് നോക്കിയപ്പോൾ കൈയോണ്ട് അതന്നെ, അത്രയേ ഉള്ളൂ, വേറൊന്നും ഉണ്ടായിട്ടില്ല. ഉപ്പയോട് തോന്നാത്ത, ഉമ്മയോട് തോന്നാത്ത, ഇക്കാക്കയോട് തോന്നാത്ത വേറെ എന്തോ ഒന്ന്, ഒരു ബ്ലൂടൂത്ത് കണക്ഷൻ അവർ തമ്മിലുണ്ടായി. അതന്നെ സംഭവിക്കുന്നത്. അതല്ലേ ഇന്നത്തെ ലോകം. ഒളിച്ചോടിയ ആൺകുട്ടികൾ ഒളിച്ചോടലില്ലേ, പെൺകുട്ടികൾ ഒളിച്ചോടിയ പെൺകുട്ടികളെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. കാണാൻ അഴകുള്ള, എല്ലാ സൗന്ദര്യവും ഒത്തിണങ്ങിയ പെൺകുട്ടികൾ പോയതാരെ കൂടെയാ? ടോർച്ചടിച്ച് നോക്കണം. കരുമാടിക്കുട്ടെന്നൊക്കെ പറയുന്നത് എല്ലാ നിലക്കും ഒത്ത ഒരു ചങ്ങായിൻ്റെ കൂടെ. പൊന്നാരുസ്താദേ, എന്നാലും ഓളെ സമ്മതിക്കണമെന്നാ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൾ നോക്കിയത് മുഖത്തിൻ്റെ കറുപ്പും വെളുപ്പും അല്ല. നിങ്ങൾ മനസ്സിലായോ ഞാൻ പറഞ്ഞ്? ഇവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത്. പ്രായം എത്ര മക്കൾക്ക് മാറിയാലും നമ്മുടെ കുട്ടികളാണ് എന്ന ചിന്തയിൽ നിന്ന് നമ്മൾ പിറകോട്ട് പോകാൻ പാടില്ല. ആ മക്കളെ ചേർത്ത് പിടിക്കണം. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ വീട്ടിൽ തിരിച്ചെത്തിയ ഭക്ഷണം കഴിപ്പിക്കാൻ എന്തോ ഒരു ഉത്സാഹ അല്ലേ? എത്ര സമയമില്ലെങ്കിലും മക്കളെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടും നമ്മൾ ഭക്ഷണം കഴിപ്പിക്കാൻ. വലിയ കുട്ടികളാണെങ്കിലോ എന്താ പറയാ, അടുക്കളയിലുണ്ട്, വേണേ പോയി എടുത്തോ. ആരോടെ പറയുന്നത്? എന്ത് ഓല് കഴിക്കാൻ നമുക്ക് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ പോയി എടുത്തോ എന്നുള്ള ഈ ശൈലി എങ്ങനെ വന്നു? അല്ല, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഭക്ഷണം എടുത്തുകൊണ്ടുവന്ന് നിങ്ങൾ ടേബിളിൽ ആ ഭക്ഷണം വെച്ച് തൊട്ടരികിൽ നീ കഴിക്കുന്നില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ തൊട്ടരികിൽ നിങ്ങളൊന്ന് ഇരിക്കണം. എന്നിട്ട് വർത്തമാനം പറയണം. ആ മക്കളുമായി കൂടുതൽ സമയം നിങ്ങളവിടെ സ്പെൻഡ് ചെയ്യണം. അതവർക്കിഷ്ടമാണ്. അന്നുണ്ടായ കഥകളൊക്കെയും അവർ പറയും, അത് കേൾക്കണം. അതിന് സമയം വേണ്ടേ?
അതിന് ഉമ്മാരൊക്കെ അതിനേക്കാൾ വലിയ ബിസിയാ. ഉള്ള എത്രയോ 100,000 ഗ്രൂപ്പ്. പണ്ടേതോ കാലത്ത് 10ാം ക്ലാസ്സിൽ പഠിച്ച വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പം ഉണ്ടായി. സുബ്ഹാനല്ലാഹ്, അതിൻ്റെ ഫിത്ന പറയാതിരിക്കലാ നല്ലത് അല്ലേ? അലുമിനി അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടേതോ കാലത്ത് പഠിച്ച സ്കൂളിലെ കുട്ടികളൊക്കെ പാടെ വാട്സപ്പ് നമ്പർ സംഘടിപ്പിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കി. പിന്നെ അതന്നെ അയിമല പരിപാടി, അവരുടെ ഗെറ്റ് ടുഗദർ. പ്രായമുള്ള ഉമ്മാനൊക്കെ കൊണ്ടാക്കുക മക്കൾ ഗെറ്റ് ടുഗദറിന്. ഉമ്മാൻ്റെ കൂടെ പഠിച്ചോല് വരിക. പഠിച്ചോനെ അതിൻ്റെ ഫിത്ന പറയാതിരിക്കലാ നല്ലത്. പണ്ട് കാലത്ത് സ്കൂൾ പഠിച്ചപ്പോൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും ചില കണ്ണോണ്ടൊക്കെ ചില കളികൾ. ഞാൻ വല്ലാതെ വിശദീകരിക്കുന്നില്ല. കൊല്ലങ്ങൾ 10 കഴിഞ്ഞു, 15 കഴിഞ്ഞു, 20 കഴിഞ്ഞു. രണ്ടാളും വേറെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ 10-20 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ കല്യാണ ജീവിതത്തിൽ നിന്ന് അവർക്ക് ചില നിരാശകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ആ പണ്ടത്തെ കാമുകനെ കാണുന്നത് ഹായ് ഹൂയ്, പിന്നെ ബന്ധായി, കണക്ഷനായി, വാട്സപ്പ് നമ്പർ കിട്ടുകയും ചെയ്തല്ലോ. പിന്നെ ഒഴിവുള്ള സമയം സങ്കടവും പായേരവും വർത്താനായി, തിരിച്ചും വർത്തമാനമായി. പിന്നെ അവരങ്ങ് തീരുമാനിക്കുക ലൈഫിൽ ഒന്നിക്കാൻ. മക്കൾ വടി 3-4 മക്കളുള്ളവരാ ഇന്ന് ഒളിച്ചോടുന്നതിൽ മുമ്പിലുള്ളവർ. ചെറിയ പെൺകുട്ടികളല്ല, തള്ളാരാണെന്ന് ഒളിച്ചോടുന്ന ആൾക്കാർ. ഇതിനൊക്കെ കാരണം പുതിയ കാലത്തെ വാട്സപ്പാണ്. ഞാൻ അതിനെ കുറ്റപ്പെടുത്തല്ല, അതിൻ്റെ ദുരുപയോഗമാണ്. ഒരുപാട് പോസിറ്റീവായി നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുന്ന എത്രയോ ആളുകളുണ്ട്. മരണപ്പെട്ടവർക്ക് വേണ്ടി ഖത്മുൽ ഖുർആൻ ഓതുന്ന എത്രയോ വാട്സപ്പ് ഗ്രൂപ്പുകൾ എനിക്കറിയാം. മരിച്ചവർക്ക് വേണ്ടി ഖത്ം ജുസ് ഏറ്റെടുക്കല അതിൽ നടക്കുന്ന പണി. ആയിരക്കണക്കിന് 10,000-കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി അറിയിക്കുന്ന നന്മയുടെ മാർഗത്തിൽ കൊണ്ടുപോകുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ, വിജ്ഞാനം മാത്രം ഷെയർ ചെയ്യപ്പെടുന്ന നല്ല നല്ല വാട്സപ്പ് കൂട്ടായ്മകൾ, അങ്ങനെയൊക്കെ ഉണ്ട്. അതിനൊന്നും നമുക്ക് വാട്സപ്പ് നെക്കിയാ എത്തൂല. പകരം ഉള്ള ഫിത്നയും ഫസാദും. ഇപ്പോൾ ഫിത്നയും ഫസാദും അധികരിച്ച കാല. എന്ത് കുറവുണ്ട് നോക്കുക. മറ്റുള്ളവൻ്റെ കുറവിനെ അന്വേഷിക്കലാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന പുതിയ ആളുകളുടെ പുതിയ ഫിത്നകൾ. സ്വന്തത്തിലേക്ക് വിരൽ ചൂണ്ടണം. ഞാൻ എവിടെ നിൽക്കുന്നു, എൻ്റെ കുറവുകൾ നാളെ അള്ളാഹു എങ്ങാനും എൻ്റെ കുറവ് മറച്ചു വെച്ചില്ലേ എങ്കിൽ ഞാൻ എന്തായിരിക്കും നാളത്തെ മഹ്ശറയിൽ എന്ന് ആലോചിക്കൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ആലോചിക്കൽ നല്ലതാ. എൻ്റെ കുറവ് നാളെ റബ്ബിൻ്റെ മുമ്പിൽ അള്ളാഹു പൊറുത്തില്ലെങ്കിൽ ഞാൻ പെട്ടുപോകുമല്ലോ എന്നൊരു ചിന്ത സ്വയം ഉണ്ടാവൽ അനിവാര്യമാണ്. അതുണ്ടോ നമുക്ക്? ആലോചിച്ച് നോക്കിയേ. മറ്റുള്ളവൻ്റെ കുറവ് അന്വേഷിക്കുക, മറ്റുള്ളവരുടെ കുറ്റവും കുറവും അന്വേഷിക്കുന്ന പുതിയ കാലത്തെ പ്രവണതകൾ അവസാനിപ്പിക്കണം കൂട്ടുകാരെ. എന്തിൻ്റെ പേരിലായാലും, രാഷ്ട്രീയ വിരോധമാകാം, സംഘടനാ വിരോധമാകാം, മറ്റെന്തെങ്കിലും വ്യക്തി താല്പര്യങ്ങളാകാം, മറ്റുള്ളവൻ്റെ കുറവിനെ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇസ്ലാം അത് വിലക്കിയിരിക്കുന്നു. മറ്റുള്ളവൻ്റെ കുറ്റും കുറവും അന്വേഷിക്കലല്ല നമ്മുടെ ഡ്യൂട്ടി. നമ്മൾ നമ്മെ ചോദ്യം ചെയ്യണം. ഞാൻ എന്തു ചെയ്തു എന്ന് സ്വയം നമ്മൾ നമ്മോട് ചോദിക്കണം. മറ്റൊരു തൻ്റെ ഗൈബ് മറച്ചു വെച്ചാൽ ഒരു ന്യൂനത ഒരാൾക്കുണ്ട്, അയാൾക്കൊരു കുറവുണ്ട്, അത് നമ്മൾ മറച്ചു വെച്ചാൽ നാളെ മഹ്ശറിൽ നമ്മുടെ കുറവുകളെ അള്ളാഹു മറച്ചു വെക്കുമെന്ന അധ്യാപനം എന്തേ നാം മറന്നുപോകുന്നത്? ഇന്നെല്ലാവരും ഗവേഷണം ചെയ്യുന്ന ആളുകളാ. അന്യൻ്റെ കുറ്റവും കുറവും കണ്ടെത്തുക. ഓൾക്കെന്താ പരിപാടി, മറ്റോൾക്കെന്താ പരിപാടി, അവിടെ എന്താ പരിപാടി, അന്നെന്താ പറഞ്ഞത്, 5 കൊല്ലം മുമ്പ് എന്താ പറഞ്ഞത്, ഇത് അന്വേഷിക്കല. അത്ര നല്ല ഏർപ്പാടാണ് എന്ന് മനസ്സിലാക്കി വെക്കരുത്. മനുഷ്യരാണ്, മനുഷ്യരിൽ കുറ്റുണ്ടാകും, മനുഷ്യരിൽ കുറവുണ്ടാകും, നമ്മളിൽ ന്യൂനതകൾ ഉണ്ടാകും, സത്യമാണ്. അതിനെ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക. മറ്റൊരാളുടെ കുറവുകളെ വെളിച്ചത്ത് കൊണ്ടുവരാതെ മറച്ചു വെക്കുന്ന ഒരു നല്ല ശീലം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക. ചിലപ്പോൾ നമ്മളെന്തെങ്കിലും ചെറിയൊരു പിണക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, നമ്മുടെ കുടുംബത്തിൽ നമ്മോട് ചെറിയ പിണക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ അവരിലൊരു കുറവ് കാണുമ്പോഴേക്കിനും അത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചർച്ചയാക്കലല്ല, അതിനെ മറച്ചു വെക്കണം. സ്വകാര്യമായി പരിഹാരം കണ്ടെത്തണം. സ്വകാര്യമായി പരിഹാരം കണ്ടെത്തണം. നല്ല മിടുക്കുള്ള കുട്ടികളാ പുതിയ കാലത്തെ മക്കൾ. ആ മക്കളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പം കുടുംബ സംഗമങ്ങൾ എന്നത് ഓരോ നാട്ടിലെ കുടുംബങ്ങൾ പോലും ഇങ്ങനെ പള്ളി മദ്രസ കേന്ദ്രീകരിക്കാതെ ഓരോ കുടുംബങ്ങൾ തന്നെ തറവാടിൻ്റെ പേരിൽ സംഗമിക്കുന്നൊരു കാല.
വിദ്യാഭ്യാസ പ്രക്രിയയെ പ്രോത്സാഹിപ്പിക്കുവാൻ, കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ അത് നന്നായി ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നാം മുസ്ലിമീങ്ങൾ ഒരു കുടുംബമാണ്. നമ്മളെ ഒരു മഹല്ലത്തുകാർ നാം ഒരു കുടുംബമാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ അത് നമ്മുടെ ബുദ്ധിമുട്ടാണ്, നമ്മുടെ പ്രയാസമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ വീരമ്പ്രം മഹല്ല് ഉണരണം. ഒരു വീടില്ലാത്ത, തല ചായ്ക്കാൻ, കിടന്നുറങ്ങാൻ സ്വന്തമായി ഭവനമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് പാർപ്പിടമൊരുക്കാൻ നമ്മുടെ ഈ സ്നേഹം ഒരു കാരണമായി തീരണം. വിശപ്പടക്കാൻ, പശിയടക്കാൻ അവരുടെ വിശപ്പിൻ്റെ കാഠിന്യം അവർ മറച്ചു വെക്കുകയാണ്. ആ പ്രയാസങ്ങളെ കണ്ടറിഞ്ഞ് അവർക്കാവശ്യമായ ഭക്ഷണം എത്തിക്കുവാൻ നമ്മുടെ സ്നേഹം കാരണമായി തീരണം. പഠിക്കാൻ നല്ല താല്പര്യമുള്ള കുട്ടികളുണ്ട്, പക്ഷേ ഫീസ് കൊടുക്കാൻ കാശില്ല. അത്തരം മക്കളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ, അവർക്ക് ആവശ്യമാകുന്ന പ്രോത്സാഹനം നൽകാനുള്ള സംവിധാനം നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. രോഗികളായ എത്രയോ ആളുകളുണ്ട്, നിത്യേന മരുന്ന് കുടിക്കുന്ന രോഗികൾ. ഒരു മാസം 1000, 2000, 3000 അതിനപ്പുറവും മരുന്നിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് 1000 രൂപയെങ്കിലും മഹല്ലത്തിൻ്റെ വക മരുന്ന് വാങ്ങാനുള്ള സഹായം എത്തിക്കുവാൻ ഒരു സഹായ നിധി നമ്മൾ ആലോചിക്കണം. ഈ കുടുംബ സംഗമം അത്തരം നന്മകളിലേക്ക് വിരൽ ചൂണ്ടട്ടെ. സാമൂഹികമായ അന്തരീക്ഷത്തിൽ ഇടപെടണം. നമ്മുടെ മക്കൾ മദ്രസ, 10ാം ക്ലാസ് വരെ മദ്രസയുണ്ട്. 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 28 അല്ലെങ്കിൽ 34. 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 3. എന്തുപറ്റി? എവിടെയാ മക്കൾ നഷ്ടപ്പെട്ടു പോയത്? നാം അതിനെ കണ്ടെത്തണം, അതിന് പരിഹാരം കാണണം. കൃത്യമായി മദ്രസ നിർത്തിയ മക്കളെ പോയി കാണണം. എന്തുകൊണ്ട് നിങ്ങളുടെ കുട്ടി മദ്രസ നിർത്തി പഠിക്കണം? പരിഹരിക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കണം. അധികവും സ്കൂളിൻ്റെ വണ്ടി വരുന്നു, നേരത്തെ വരുന്നു, അതാണ് പലതിൻ്റെ കാരണങ്ങൾ. സ്കൂളിൻ്റെ പേരിലാണ് മദ്രസ മുടങ്ങുന്നത്. എങ്കിൽ നമ്മൾ കുട്ടികൾക്ക് മദ്രസയിൽ വരാനും പോകാനും ഒരു വാഹന സൗകര്യം ഏർപ്പെടുത്തലാണ് പരിഹാരമെങ്കിൽ അതിലേക്ക് ഈ മഹല്ലിൻ്റെ കൂട്ടായ്മ മനസ്സ് വെക്കണം. നമ്മൾ മദ്രസയിൽ തന്നെ ഒരു നഴ്സറി തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യം വെക്കൽ എന്താ? ഒരു വണ്ടി വാങ്ങല. മദ്രസയിൽ നഴ്സറി, ഒരു ഇംഗ്ലീഷ് മീഡിയം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കൽ ഒരു വണ്ടി വാങ്ങുന്ന കാര്യമാണ്. എന്തുകൊണ്ട് മദ്രസക്ക് വേണ്ടി ഒരു വാഹനം ഏർപ്പാട് ചെയ്തുകൂടാ? കാശ് കൊടുത്ത് വാങ്ങണ്ട. അതിൻ്റെ നമ്മൾ സ്കൂളിലൊക്കെ മക്കളെ പറഞ്ഞയക്കുന്നുണ്ടല്ലോ, സ്കൂൾ വാനിൻ്റെ, സ്കൂൾ വാഹനത്തിൻ്റെ ഫീസ് കൊടുക്കുന്ന ആരാ? സ്കൂളാരാ? അല്ല, രക്ഷിതാക്കളാ. മദ്രസയിലേക്കൊരു വാഹനം സൗകര്യം ഏർപ്പെടുത്തിയാൽ അതിൻ്റെ പൈസയും ആര് കൊടുത്തോളും? രക്ഷിതാക്കൾ കൊടുത്തോളും. പക്ഷെ ഏർപ്പാട് ചെയ്യുക എന്ന ആ കോർഡിനേഷനാണ് മഹല്ല് കമ്മിറ്റി ചെയ്യേണ്ടത്. അതിലൊക്കെയാവണം നാട്ടിൻ്റെ പുതിയ യുവത്വം ഉണർന്നു വരേണ്ടത്. മഹല്ല് കമ്മിറ്റിക്ക് എല്ലാവിധ സപ്പോർട്ടുമായി കൂടെ നിൽക്കണം. മദ്യം ഇന്ന് സമൂഹത്തെ വരിഞ്ഞു മുറുക്കുന്നു. ആൺ പെൺ വ്യത്യാസമില്ലാതെ ലഹരി നുണയുന്ന ഒരു പുതിയ വ്യവസ്ഥയിലേക്ക് നമ്മുടെ കൗമാരങ്ങളും നമ്മുടെ യുവത്വങ്ങളും അധപ്പതിച്ചു പോകുന്നു. ലഹരിയുടെ ഉപയോഗം കൂടുന്നു. പല ലഹരികളുണ്ട്, അഡിക്ഷൻസ്. ചില ആളുകൾക്ക് മൊബൈലാണ് അഡിക്ഷൻ, ചില ആളുകൾക്ക് TV ആണ് അഡിക്ഷൻ, ചില ആളുകൾക്ക് മറ്റു പലതുമാണ് അഡിക്ഷൻ. അതിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ഒരു സമൂഹം, അവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കണം. സമൂഹത്തിൽ അവരെ ഇകഴ്ത്തി കാണിക്കരുത്. ഒരാൾ ഒരു ദിവസം കള്ള് കുടിച്ചു തന്നെ കരുതുക, ആള് ലെക്ക് കെട്ടു തന്നെ കരുതുക. അയാളെ കളിയാക്കലല്ല, പള്ളി മിഹ്റാബിൽ വെച്ച് അയാളെ ചീത്ത പറയലല്ല, മഹല്ലിൽ നിന്ന് അയാളെ മാറ്റി നിർത്തലല്ല. പകരം സ്വകാര്യമായി തെളിഞ്ഞൊരു സമയമുണ്ടാകും, ലഹരിയില്ലാത്തൊരു സമയം, അയാളുമായി നേരിൽ കണ്ട് സംസാരിക്കണം. ചിലപ്പോൾ വീട്ടിലെ കുടുംബ പ്രശ്നത്തിലെ എന്തോ ഒരു തലക്ക് പിടിച്ച കേസായിരിക്കും അയാളെ ഈ ഒരു തിന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അതിന് പരിഹാരം കാണാൻ മഹല്ല് കമ്മിറ്റിക്ക് സാധിക്കും. അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യണം, അതിന് പരിഹാരം കാണണം. അല്ലാണ്ട് കള്ളുടിയൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തലല്ല. അങ്ങനെ മാറ്റി നിർത്തിയാൽ നിരന്തരം അയാൾ ചീത്തയായ കൂട്ടുകെട്ടിലേക്ക് വഴിതെറ്റിപ്പോകും. അയാൾ വീണ്ടും വീണ്ടും മോശമാകും എന്നല്ലാതെ അയാൾ നന്നായി വരൂല.
ഏതെങ്കിലും ചെറുപ്പക്കാർ വല്ല MDMA പോലെയുള്ള പുതിയ കാലത്തെ ലഹരിയുടെ വല്ല വകഭേദങ്ങളുമായും വല്ല കണക്ഷനും വന്നു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മഹല്ലു ജമാഅത്തിലെ കൂട്ടുകാരെ, ആ ചെറുപ്പക്കാരെ ഒറ്റപ്പെടുത്തി അവരെ പരസ്യപ്പെടുത്തി അവരെ പരസ്യ വിചാരണ ചെയ്ത് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നതിന് പകരം ഒന്നവരുമായി സംസാരിച്ച് ആ മക്കളെ ചേർത്ത് പിടിക്കാനുള്ള വഴികൾ അന്വേഷിക്കണമേ എന്നാണ് എനിക്കെൻ്റെ ഈ ഉത്ബുദ്ധമായ സദസ്സിനോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനല്ലേ ആലോചിച്ചോക്കിയേ, ലഹരി ഒരാൾ കള്ളുടിച്ചതോ കഞ്ചാവിലേക്ക് പോയതോ മറ്റെന്തിനും അതിന് ഒരു കാരണം ഉണ്ടാവും. അയാളെ ഉള്ളിൽ അയാളെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയ എന്തോ ഒരു വലിയ ടെൻഷൻ, ഒരു ദുഃഖം, അയാളെ സാമ്പത്തികമായ ഞെരുക്കമാകാം, കുടുംബത്തിലെ തകർച്ചയാവാം, മറ്റെന്തോ ഒരു വേദന പിടികൂടിയതിൽ നിന്ന് ഒരു ശമനമായിട്ടാണ് അയാൾ അതിനെ കണ്ടത്. എങ്കിൽ ആ വേദനയെ നമ്മൾ പഠിക്കണം, അതിന് പരിഹാരം കാണണം. അല്ലാണ്ട് പള്ളിയിൽ നിന്ന് കള്ള് ഹറാമാന്ന് വഅ്ള് പറഞ്ഞതിനെ കൊണ്ട് ഈ മനുഷ്യൻ നന്നാവൂല. ആ വ്യക്തിയുടെ പ്രശ്നത്തെ അഡ്രസ് ചെയ്ത് അതിന് പരിഹാരം കാണാൻ നമ്മുടെ മഹല്ല് കളമൊരുക്കണം. കൗൺസിലിംഗ് ആവശ്യമായ ആളുകൾക്ക് കൗൺസിലിങ്ങിലേക്ക് വഴി തുറക്കണം. പ്രണയത്തിൽ പെട്ടുപോയവർ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് എന്താണ് പ്രണയത്തിൽ പോകാനുള്ള കാരണം എന്ന് പഠിക്കണം. ഞാനത് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ എത്തിച്ചേരാറുള്ളത് കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സമയം കൊടുക്കേണ്ടത് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കാണ് എന്ന് തോന്നാറുണ്ട്. അവരിൽ നിന്നാണ് കുട്ടി അകന്നത്. കാരണം ഉമ്മയാണ്, ഉപ്പയാണ്. അതിവിടെ പറയാൻ ഞാൻ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കൾ പ്രണയത്തിൻ്റെ പേരിൽ, ലഹരിയുടെ പേരിൽ നമ്മളിൽ നിന്ന് അകലുന്നുവെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണക്കാർ നാമാകുന്ന ഉമ്മയും ഉപ്പയുമാണ്. എവിടെയോ അവർക്ക് കിട്ടേണ്ട പലതും നമ്മിൽ നിന്ന് മിസ്സാകുന്നു. അതപ്പുറത്തുനിന്ന് കിട്ടുമ്പോൾ അവരങ്ങോട്ട് ചേർന്ന് നിൽക്കുന്നു. ഇതാണ് കാരണം. അക്കരപ്പച്ച നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു വീട്ടിലെ സാഹചര്യം എന്തും തുറന്നു പറയാവുന്ന ഒരന്തരീക്ഷം വീട്ടിലുണ്ടെങ്കിൽ അവൻ പുറത്തു പോകൂല, അവൾ പുറത്തു പോകൂല. അത് വീട്ടിലില്ലാതെ പോകുന്നു. പലപ്പോഴും വീട്ടിൽ നിന്ന് അങ്ങനെയുള്ള പല ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ളാകുന്ന സമയത്ത് അവരുടെ മനസ്സ് മറ്റെവിടെയൊക്കെയോ അവർ കൊണ്ടുപോയി കെട്ടിയിടും. അതാണ് പുതിയ കാലത്ത് അനുഭവിക്കുന്നത്. മറ്റൊരു പ്രശ്നം ഈ സദസ്സിൻ്റെ മുമ്പിൽ ദുഃഖത്തോടുകൂടി പങ്കുവെക്കുന്നു. മതനിരാസം വർദ്ധിക്കുന്നു. നമ്മൾ പള്ളിയൊക്കെ മനോഹരമാക്കുന്നു, അൽഹംദുലില്ലാ. പള്ളി മനോഹരമാകുന്നതിനപ്പുറം നമ്മൾ എത്തേണ്ടത് ഈ പള്ളിയിൽ സുബഹിയുടെ ജമാഅത്തിൻ്റെ സ്വഫിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇത്ര മനോഹരമായ പള്ളി നിർമ്മിച്ചതുകൊണ്ട് ഒരു ഫലവും നമുക്കില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? സുബഹിയുടെ ജമാഅത്തിൻ്റെ ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനാവണം നമ്മുടെ കയ്യിൽ കർമ്മ പദ്ധതി ഉണ്ടാവേണ്ടത്. രാത്രി 12 മണി 1 മണിക്ക് കിടന്നുറങ്ങുക, രാവിലെ 8 മണിക്ക് എഴുന്നേൽക്കുക, ആ ശൈലിയാണ് ഇന്ന് പല വീട്ടിലും. അത് പാടില്ല. സുബഹിക്ക് ആളുകളുടെ എണ്ണം വർദ്ധിക്കണം. അതാണ് ഈ പള്ളി മനോഹരമാകുന്നതിനേക്കാൾ അഴക് എന്ന് നാം തിരിച്ചറിയണം. ഞാൻ കുറ്റപ്പെടുത്തിയല്ല, അങ്ങനെ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിപ്പോവരുത്, ഉസ്താദ് ഇത്ര മനോഹരമായ പള്ളി ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ കൊഞ്ഞണം കാണിച്ചു എന്ന് തോന്നരുത്. ഇതിൻ്റെ ഈ കാണുന്ന പുറത്തെ ഭംഗിയേക്കാൾ ഭംഗി അകത്തെ ജമാഅത്തിന് ആള് കൂടുന്നതിലാണ് എന്ന് മനസ്സിലാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട വീരമ്പ്രത്തുകാരെ നിങ്ങൾക്ക് കഴിയണം. ഇന്ന് വരെ എൻ്റെ വീട്ടിലെ ഭർത്താവ്, എൻ്റെ വീട്ടിലെ മുതിർന്ന ആൺകുട്ടികൾ പള്ളിയിൽ സുബഹിക്ക് പോയിട്ടില്ല. എന്നാൽ ഇൻഷാ അല്ലാഹ് നാളത്തെ സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ അവരെ ഞാൻ വിളിച്ചെഴുന്നേൽപ്പിച്ച് പള്ളിയിൽ പറഞ്ഞേക്കും. ഇനി വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ സമ്മതിക്കില്ല എന്ന പ്രതിജ്ഞ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ എടുക്കണം. മതത്തിൻ്റെ അതിർവരമ്പിൽ നിന്ന് ഇന്നാളുകൾ മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് മതമല്ല വിഷയം, സ്വാതന്ത്ര്യമാണ്. മതത്തിന് ഒരുപാട് വിലക്കുകൾ ഉണ്ടാകും, അതിർവരമ്പുകൾ ഉണ്ടാകും. എന്തേ കാരണം? ഈ ജീവിതം നശ്വരമാണ്, ഇത് അവസാനിക്കാനുള്ളതാ. കാലാകാലം ഈ ഭൂമിയിൽ നമ്മൾ കഴിയില്ല. ശാശ്വതമായ ഒരു ജീവിതമുണ്ട്, അത് നാളത്തെ ആഖിറമാ. ഇൻഷാ അല്ലാഹ് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം, അവിടെയാണ് നമ്മുടെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുക.
അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. അതിലേക്ക് നമ്മൾ എത്തണം. അതിലേക്ക് നാം എത്തണമെങ്കിൽ നമ്മുടെ പള്ളിയിൽ വരുന്ന ആളുകളുടെ, ജമാഅത്തിന് വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കണം. ഓരോ നിസ്കാരത്തിനും ഇന്നുണ്ടായതിനേക്കാൾ കൂടുതൽ ആളുകൾ നാളെയുണ്ടാവണം. നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, ജുമാക്ക് ഇവിടെ പങ്കെടുക്കുന്ന ആളുകളില്ലേ, താഴെ മുഴുവൻ ഫുള്ളായി, മുകളിലും ആൾ കയറില്ല. ജുമാക്ക് ഈ ആളുകൾ സുബൈക്ക് വരേണ്ട ആളുകളാണ്. എവിടെ പോയി അവർ പഠിക്കണം, അതിന് പരിഹാരം കാണണം. സുബഹിക്ക് ജമാഅത്തിന് ആളുകളെ എത്തിക്കുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധകൾ എത്തണം. അത്തരത്തിലൊരു പുതിയ മുന്നേറ്റം നമ്മുടെ മഹല്ലിൽ നടക്കണം. ഇൻഷാ അല്ലാഹ് ഈ മഹല്ല് കമ്മിറ്റിയുടെ കൂടെ, ഇവിടുത്തെ ഉസ്താദുമാരുടെ കൂടെ നിങ്ങളൊന്ന് ഒപ്പം നിന്നാൽ അവിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ല നേതൃനിര നമ്മുടെ മഹല്ലത്തിനുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു എല്ലാ സന്തോഷങ്ങളും അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു. ശേഷം ഒരു സെഷനും കൂടി ഇവിടെ നിർവഹിക്കപ്പെടാനുണ്ട്. മറ്റൊരു പരിപാടിയിൽ എത്തിച്ചേരേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇത്രയും സംഘാടകരുടെ നിർബന്ധം കൊണ്ടാണ് 11 മണിക്ക് ശേഷവും ഒരു 10-25 മിനിറ്റ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചത്. ഏതായിരുന്നാലും വളരെയധികം സന്തോഷം. ഇത്ര മനോഹരമായ ഒരു കുടുംബ സംഗമത്തിന് സമയം കണ്ടെത്തി തിരക്കുകൾ മാറ്റിവെച്ച് ഇന്നിവിടെ വന്നു ചേർന്ന ഓരോരുത്തർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയും, ഞാൻ ഈ സംഗമത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ അല്പം കൂടി സമയം ഞാൻ കൂടുതൽ ചെലവഴിക്കാൻ ഞാൻ മനസ്സ് വെക്കണം എന്ന് തിരിച്ചറിയുകയും, നമ്മൾ ഒരല്പം ശ്രദ്ധയോടെ നമ്മുടെ കുടുംബജീവിതത്തെ കൂട്ടിക്കൊണ്ടുപോയി വരുന്ന തലമുറക്ക് വെളിച്ചമാകുന്ന ആളുകളായി നമ്മൾ മാറണം എന്നാണ് സ്നേഹപൂർവം എൻ്റെ പ്രിയപ്പെട്ട ഈ സദസ്സിനോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. മരണപ്പെട്ടവരെ മറക്കാതിരിക്കുക. അവർക്ക് കൃത്യമായി യാസീനും ഖത്മുൽ ഖുർആനും ഫാത്തിഹയും അങ്ങനെ ഹദിയ ചെയ്യുന്ന നല്ല കുടുംബമായി നമ്മൾ മാറുക. പൂർവികർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അല്ലാഹു മർഹമത്ത് നൽകട്ടെ. നമ്മുടെ നാട്ടിൽ എല്ലാ അഭിവൃദ്ധിയും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. സാമ്പത്തികമായ പുരോഗതി, ഈമാനികമായ പുതിയ ആവേശം, പ്രത്യേകിച്ച് റജബുൻ ഷഹറുല്ലാഹ് വ ശഅബാനു ഷഹരി വ റമളാനു ഷഹറു ഉമ്മത്തി. ശഅബാനിൻ്റെ മുത്തുനബി തങ്ങൾ ഇഷ്ടപ്പെട്ട മാസത്തിലാണ് നമ്മുടെ പള്ളിയുടെ പ്രോദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത്. റമളാൻ പടിവാതിൽക്കൽ കാത്തു നിൽക്കുന്നു. ഇനി അങ്ങോട്ടുള്ള സമയം റമളാനെ സ്വാഗതം ചെയ്യാനുള്ള മുന്നൊരുക്കത്തിൻ്റെ സമയം അവസാനിക്കുന്ന ഘട്ടമാ. കൂടുതൽ ജാഗ്രതയോടുകൂടി നന്മകളിലേക്കുള്ള മുന്നേറ്റം നടക്കണം. അല്ലാഹുവേ, നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഖൈർ നൽകണേ അല്ലാ. ഞങ്ങളുടെ ദോഷങ്ങളെ പൊറുക്കണേ അല്ലാ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തേകണേ അല്ലാ. രോഗികൾക്ക് ശമനം നൽകണേ അല്ലാ. ഈ കൂടിയവർക്ക് അളവറ്റ പ്രതിഫലം നൽകണേ അല്ലാ. പ്രത്യേകിച്ച് പുതിയ തലമുറയെ നന്മയുടെ വക്താക്കളാക്കണേ അല്ലാ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഞാൻ ഉപസംഹരിക്കുന്നു. പ്രിയപ്പെട്ട ഇബ്രാഹിം ഫൈസി ഉസ്താദ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഭംഗിയായി ഇവിടുത്തെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നാം മുന്നോട്ട് പോവുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ആരോഗ്യരംഗത്തെ ധാർമ്മിക കാഴ്ചപ്പാട് ഇവിടെ വിഷയാവതരണം നിർവഹിക്കപ്പെടാനുണ്ട്. അതോടൊപ്പം മഹല്ല് നേതൃത്വത്തിന് ചില കാര്യങ്ങളൊക്കെ നമ്മോട് പറയാനുണ്ട്. 2 സർക്കാർ ഉദ്യോഗത്തിലേക്ക് എത്തിയ നല്ല 2 പ്രതിഭകളെ പ്രത്യേകം ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. ഈ സദസ്സിൽ വെച്ച് അവരെ ആദരിക്കുന്നുണ്ട്. ഈ നാടിൻ്റെ മൊമൻറ്റോ അവർക്ക് നൽകിക്കൊണ്ട് അവരുടെ അംഗീകാരത്തിനൊപ്പം ഈ നാട് ചേർന്ന് നിൽക്കുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല മംഗളകരമായ കർമ്മം കൂടി ഇവിടെ നിർവഹിക്കപ്പെടുന്നു. എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. ശുക്രൻ. വമാ തൗഫീഖി ഇല്ലാ ബില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.